السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وهو نستعين ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله ورسوله بالهدى والدين الحق ليظهره الدين كله ولو إن نريد إلا التوفيق إلا بالله إليه توكلت إليه أنيب. فوالدينا شيخنا أساتذتنا جميع المسلمين مسلمات رب اشرح لي ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما الله ليعذبهم أنت فيهم وما كان الله معذبهم وهم يستغفرون. صدق الله مولانا العظيم. يأتي زمان على أمتي يفرون من العلماء والفقهاء يبتليهم الله بثلاث بليات الله بركة من كسبهم يسلط الله عليكم سلطانا ظالما يخرجون من الدنيا بغير إيمان أو كما قال رسول الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة سيدنا مولانا محمد صلى الله عليه وسلم. ആദരണീയനായ ബഹുമാനപ്പെട്ട ഉസ്താദുകൾ, സ്നേഹമുള്ള മുത്തല്ലിമീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്ന കാലം റബ്ബിന് സുജൂദ് ചെയ്യുന്നതിന് തടസ്സമായ ഒരവസ്ഥയും നമുക്ക് ആർക്കും വരാതെ കൃത്യമായി റബ്ബിൻ്റെ പൊരുത്തത്തിൽ വഴിപ്പെട്ട് ജീവിക്കാനും, എപ്പോഴാണോ നമ്മുടെ ജീവിതം അല്ലാഹ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ റബ്ബിൻ്റെ പൊരുത്തത്തിൽ മരിക്കുവാനും, ജനകോടികളെ ഒരുമിച്ച് കൂട്ടുന്ന മഹാസഭയിൽ റഹ്മാനായ റബ്ബ് പൊരുത്തപ്പെട്ടവരോടൊപ്പം ഒരുമിച്ച് കൂടാനും, ഈ നല്ല കാര്യത്തിൽ ഒരുമിച്ച് കൂടാനെത്തിയ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ, കുടുംബാംഗങ്ങൾ, ഗുരുനാഥന്മാരും മശായിഖന്മാർക്കും നാമുമായി ഖൈറായ ബന്ധങ്ങളുള്ളവർക്കും അല്ലാഹു തആല മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സംഗമത്തിലൊക്കെ ഇതിനു മുമ്പൊക്കെ ഇവിടെ പങ്കെടുത്ത പലരും അല്ലാഹുവേ ഇന്ന് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. പലരും രോഗത്താലും ബുദ്ധിമുട്ടിലുമൊക്കെ വിഷമിക്കുന്നുണ്ട്. റഹ്മാനെ പഠിച്ചവനെ വേർപിരിഞ്ഞു പോയവർക്കെല്ലാം ഏതെല്ലാം വിധത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ രോഗങ്ങളെ കൊണ്ടോ മറ്റോ വിഷമിക്കുന്നവരല്ലെങ്കിൽ ഓസല്ലാമിൻ്റെ വർക്കത്തുകൊണ്ട് പഠിച്ചവനെ പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹ്, അടുത്ത വർഷം ഇവിടെ ഇത് സംഗമിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ അവസ്ഥ അറിയില്ല റബ്ബേ. പഠിച്ചവനെ ദീർഘകാലം ഞങ്ങൾക്കും കിടക്കേണ്ടി വരുന്ന ഏകാന്തതയുടെ തടവറ ഞങ്ങൾക്കാർക്കും നരകത്തിൻ്റെ കുഴിയാക്കാതെ കാക്കണേ അല്ലാഹ്. ഈ ദുനിയാവിൽ എന്തെങ്കിലും ജോലി ചെയ്താൽ പ്രതിഫലം വേണ്ടാന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇപ്പോൾ ഇഷ്ടം പോലെ സർക്കാർ ജോലിക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ ഞങ്ങളൊക്കെ സർക്കാരിന് വേണ്ടി സേവനം ചെയ്യുകയാണ്, ഞങ്ങൾക്ക് ശമ്പളമൊന്നും വേണ്ടെന്ന് പറയുന്ന സർക്കാർ ജോലിക്കാരുണ്ടോ? ഉണ്ടാവില്ല. ഇനി അതിൻ്റെ അപ്പുറത്താണ് പട്ടാളക്കാർ. ഞങ്ങൾ രാജ്യത്തിനെ സേവിക്കാനും സംരക്ഷിക്കാനും ഒക്കെ വേണ്ടി പ്രതിജ്ഞ എടുത്ത് അതിനുള്ള കോച്ചിങ് കിട്ടിയ ആൾക്കാരാണ്. ഞങ്ങൾക്ക് ശമ്പളം വേണ്ടെന്ന് ഒരു പട്ടാളക്കാരനും പറയില്ല. ഇനി ഇവിടെ ഇരിക്കുന്നത് അധികം തന്നെ അൽഹംദുലില്ലാ മുത്തഅല്ലിമീങ്ങളും ആലിമീങ്ങളുമാണ്. പിന്നെ അവരെ സ്നേഹിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മർഉ മഅ മൻ അഹബ്ബ നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ നിങ്ങൾ ആരെയാണോ സ്നേഹിച്ചത് അവരോടൊപ്പമാണ് നാളെ മഹ്ശറിൽ ഒത്തുകൂടുക. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളുടെ ചിറകുകളിൽ സഞ്ചരിക്കുന്ന വിഭാഗത്തെ ഇഷ്ടപ്പെട്ടവർക്ക് റഹ്മാനായ റബ്ബെ നാളെ മുത്തനബിയോടൊപ്പം ഒത്തുകൂടാനുള്ള ഭാഗ്യം കൊടുക്കണേ റബ്ബെ. ചെറിയൊരു കാര്യമൊന്നുമല്ല ഈ വന്നിരിക്കുന്ന സഹോദരന്മാർ, സഹോദരിമാരെ സംബന്ധിച്ചു. റഹ്മാനായ റബ്ബ് ഇതിനെല്ലാം ശരിക്കും കാരണക്കാരനും ഇതിൻ്റെ അസ്ലുമാകുന്ന മഹാനവറുകൾക്ക്, ബഹുമാനപ്പെട്ട കൽത്തറ എന്നൊക്കെ നമ്മൾ ബഹുമാനപ്പെട്ടവരെ എടുത്തു പറയുന്ന ആദരണീയനായ മഹാനവറുകൾക്ക് റഹ്മാനായ റബ്ബെ ആഫിയത്തോടെ ഇസ്സത്തോടെയുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുന്ന റഹ്മാൻ.
ഇത് പോയാൽ പിന്നെ പകരമൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. ഈ കഴിഞ്ഞ ഈ 2-ാം തീയതി 40-ആണ് കുരുവമ്പലം ഉണ്ണിക്കോയ തങ്ങൾ. ഞാൻ എനിക്ക് കുടുംബമായിട്ട് വലിയ ബന്ധമാണ്. തങ്ങളിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒരു വീട് പണിതുകൊണ്ടിരിക്കുമ്പോഴേ വടക്കങ്ങാണ്ടൊരു സ്ഥലത്ത് വയതിന് കഴിഞ്ഞപ്പോൾ ഉദ്ഘാടനത്തിന് ഇങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ടുവരികയാണ്. സ്റ്റേജിൽ കയറി വന്ന് അടുത്ത് വന്നിരുന്നപ്പോൾ തന്നെയൊക്കെയാണ് ബാവുസ്ത. എനിക്കത് കേൾക്കുമ്പോൾ തന്നെ നാണാവുകയാണ്. ഒരു മൊയ്ലിയാരെന്ന് വിളിക്കാനുള്ള യോഗ്യതയും കൂടെ ഇല്ല. എന്നിട്ടാണ് ബാവുസ്താദെന്ന് വിളിക്കുന്നത്. ബാവുസ്താദിൻ്റെ വീട് പണി കഴിഞ്ഞോന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുക തങ്ങളിപ്പോൾ. ആ വീടിൻ്റെ തീ പൂട്ടാൻ ഞാനാ വന്നേന്ന്. അല്ലാഹു വലിയ സംഭവം അത്. എൻ്റെ വീടിൻ്റെ തീ പിടിപ്പിക്കാൻ വന്നു. മക്കളൊക്കെ യാത്ര ചെയ്യുന്നത് നിരോധിച്ചേക്കണ ടൈമാണ്. ആ സമയത്താണ്. പക്ഷെ ഒരു നിബന്ധന പറഞ്ഞു, ഒരു മനുഷ്യനോട് പറയരുത് ഞാനവിടെ വന്നത്. ഭയങ്കര കൃത്യനിഷ്ഠയുള്ള ആളാണ്, വലിയ പറയിൻ്റെ ആളാണ്. അള്ളാഹു മഹാനവകളുടെ ദർജ ഉയർത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാണ്. അപ്പോൾ അദ്ദേഹം പോയി 2-ാം തീയതി 40-ആണ്. ഞാൻ ചോദിക്കട്ടെ, കുരുവമ്പലം തങ്ങൾക്ക് പകരം വയ്ക്കാൻ ഒരാളെ ഇവിടെ എടുത്തു പറയാനുണ്ട്. ഇതാൻ പറഞ്ഞു, ഈ നല്ലതൊക്കെ പോയാൽ പിന്നെ ഇല്ല. റഹ്മാനായ റബ്ബേ, ഇതെല്ലാം ഈ നിലയിൽ തിളങ്ങാൻ കാരണക്കാരനായ മഹാനവറുകൾക്ക് അള്ളാഹുവെ ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് കൊടുക്കണേ തമ്പര്. നമ്മൾക്ക് ഇത് ആവശ്യപ്പെടേണ്ടത് അത്യാവശ്യ കാലമാണ്. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നതേ, ഈ മുസ്ലിയാർ ഇപ്പം നിങ്ങളുടെ അടുത്ത് വന്ന് പിന്നെ ജോലി എടുക്കുകയാണ്. എനിക്ക് ശമ്പളമൊന്നും വേണ്ടടാവുക, ഞാൻ ഇവിടെ കത്തീവായിട്ട് നിന്നോളാന്ന് ഞാൻ പറയില്ല. മാസം ചെയ്യുമ്പോൾ പൈസ എന്നാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വല്ല ശമ്പളക്കാരാണോ? ഇവിടെയുള്ള നാടന്മാരോട് ഞാൻ ചോദിക്കുകയാണ്. ഈ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ബംഗാളികളും ആസാമികളും ഒക്കെ വന്നിട്ടുണ്ട് പണിയാൻ. വീടുമില്ല കൂടുമില്ല, പീഡിയത്തിൻ്റെയൊക്കെ കിടക്കണേ. ഒന്ന് വീട്ടിലേക്കൊന്ന് വിളിച്ചു ചോദിക്കാൻ പണിയാൻ. ഞാൻ വീട്ടിൽ വിളിക്കാറുണ്ട്. 1000 രൂപ കൊടുക്കണം വൈകുന്നേരം ആകുമ്പോൾ. രാവിലെ ചായയും കടിയും. 4 മണിക്കും ചായ, കടി ഇല്ലെങ്കിൽ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ക്ലാസ്സിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. നമ്മുടെ മുഖത്തേക്ക് നോക്കി 1000 രൂപ കൊണ്ട് കൊടുക്കണം. അപ്പോൾ എത്ര രൂപ ശമ്പളമായി ഒരു മാസം? ഒരു ബംഗാളിക്ക് 30,000 രൂപയായി. നിങ്ങൾക്ക് ഈ പരിസരത്ത് എവിടെയെങ്കിലും 30,000 രൂപ ശമ്പളമുള്ള മൊയിലാരെ കാണിച്ചു തരാം. അപ്പോൾ ഇത് ശമ്പളത്തിനല്ലാന്നാണ് ഞാനീ പറയണത്. കൂലിക്ക് ശമ്പളത്തിനാണെങ്കിൽ അങ്ങനെയാണോ? അല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ദീനി ഖിദ്മത്ത്, അതിനൊരു ഹദിയ വാങ്ങുന്നത്രേ ഉള്ളൂ ഇതിനകത്ത്. എന്നാലും അത് വേണ്ടാന്ന് പറയണവരുണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കങ്ങനെ ഹദിയൊന്നും വേണ്ട എന്ന് പറയണവരുണ്ടോ? എല്ലാവരും പ്രതിഫലം വാങ്ങണവരാണെന്ന് ചുരുക്കം. അത് വാങ്ങാത്തവരാരും ഉണ്ടാവില്ല. പക്ഷേ 23 വർഷക്കാലം അള്ളാഹുവിൻ്റെ ദീനി ദഅവത്ത്, ഈ ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്തത് നബിയാന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനല്ലേ തീയിലേക്ക് എറിഞ്ഞു. അതിലും വലുത് നബിത്തങ്ങൾക്ക് ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയും. ഈ തൂമ്പ പിടിച്ച് കളിക്കാൻ തൂമ്പ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവനക്ക് കളിക്കണേന് വിഷമമൊന്നുമില്ല. പക്ഷെ വർത്താനം പറയാൻ ഒരുത്തൻ മുമ്പിലേക്ക് വന്നിട്ട് അവനെ അടിച്ചിരുത്താന്നുള്ളത് ചെറിയ കാര്യമല്ല. അതാണ് നബിത്തങ്ങൾക്ക് നേരിട്ടതായ പരീക്ഷണം. ഇതാ ത്യാഗം എന്ന് പറഞ്ഞത്. സാഹിത്യ സാമ്രാട്ടുകളുടെ മുന്നിലേക്കാണ് അക്ഷരം പഠിക്കാത്ത അഷ്റഫുകൾക്ക് നബീന റസൂലുള്ളാഹി തങ്ങളെ കൂടെ അറിയിച്ചത്. അവരെ ഇരുത്തിയത്. അതാ ഏറ്റവും വലിയ ത്യാഗം എന്ന് പറഞ്ഞ്. അങ്ങനെ 23 വർഷക്കാലം സ്വന്തം നാട്ടിൽ നിന്ന് പറയാൻ പോകേണ്ടി വന്നില്ലേ? അല്ല, ഒന്ന് ചിന്തിച്ചു നോക്കി. എന്നോടിപ്പോൾ പറയുകയാണ്, ഇയാൾ ഇവിടെ നിൽക്കിരിക്കാനും നോമ്പ് പിടിക്കാനും നിൽക്കുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് പോക്കോളൂ എന്ന്. എന്നാൽ ഞാൻ നിൽക്കിരിക്കണില്ലാടോ, ഇവിടെ നിന്നോളാന്നല്ലേ പറയുള്ളൂ. ഇതങ്ങനെയല്ല, എല്ലാം ഒഴിവാക്കി അങ്ങ് പോയി. ഈ 23 വർഷക്കാലം ഇത്രയും ത്യാഗമാകുന്ന ഈ പ്രവർത്തനം ചെയ്ത ലോകാനുഗ്രഹി നബിയന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമുദായത്തിനോട് ഖുർആൻ പറയണത്, നബിയെ ഈ സമുദായത്തിനോട് തങ്ങൾ പറ, എനിക്ക് നിങ്ങളുടെ ഈന്തപ്പനത്തോട്ടൊന്നും വേണ്ട, നിങ്ങളുടെ കൊട്ടാരങ്ങളും വേണ്ട, നിങ്ങളുടെ പെൺകുട്ടികളെ നിക്കായി തരണ്ട, നിങ്ങളുടെ സ്വർണമലങ്ങളും നിങ്ങൾ എനിക്ക് തരണ്ട. നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതായ പ്രതിഫലം ഒന്നേ ഒന്ന്, ഖുല്ല അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. എൻ്റെ കുടുംബക്കാരോടുള്ള സ്നേഹവും ബഹുമാനവും ബന്ധവും നിങ്ങൾ നിലനിർത്തിക്കൊള്ളണം. ഇത് പരിശുദ്ധ ഖുർആനാണ്. തറക്തു ഫീക്കും സഖലൈൻ കിതാബല്ലാഹി വഅഹ്ലു ബൈത്തി ഔ കമാ ഖാല റസൂലുള്ളാഹി. 2 നിധികൾ ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോവുകയാണ്. ഇവിടെ എൻ്റെ കുഞ്ഞനുജന്മാരും എൻ്റെ മക്കളുടെ പോലും പ്രായമില്ലാത്ത കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ഈ വിഷയം വളരെ ഗൗരവത്തോടെ ഇന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഓസുല്ലാദമിൻ്റെ അനുസ്മരണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉസ്താദ്, ഇവിടുത്തെ ഉസ്താദ് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ഈ ഓസുല്ലാദമിൻ്റെ കാര്യം തന്നെ പറയാൻ കാരണം അതാണ്. ഈ മക്കളൊക്കെ ഇത് പറഞ്ഞ് ഈ സമുദായത്തിന് എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഈ ആളുകളൊക്കെ പറയും, അയാളിപ്പോൾ അങ്ങനെ എട്ടാക്കിരിക്കണമെങ്കിലും അതിലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങനെ പറയുന്നത്. അങ്ങനെയല്ല, അത് വലിയ പ്രശ്നമാണ്. ഇത് ദീനിൻ്റെ വെളിയിലേക്ക് അങ്ങ് പോവുക.
ഇത് ആ നിലയ്ക്കുന്ന സമുദായം മനസ്സിലാക്കാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മിനിഞ്ഞാന്ന് കാസർഗോഡാണ് പ്രസംഗിക്കാൻ ചെന്നത്. എന്തുകൊണ്ട് പട്ല ആ സ്ഥലത്തിൻ്റെ പേരതാണ്. 10,500 കുടുംബമുണ്ട്. 1500 കുടുംബമുള്ള ആ നാട്ടിൽ മദ്രസയുടെ ചെയർമാനായിട്ടിരിക്കുന്നത് മുജാഹിദാണ്. അവിടെ ചെന്നപ്പോൾ അവരെന്നോട് പറയാണ്. അപ്പോൾ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല എന്നേ പറഞ്ഞേ. 1500 കുടുംബങ്ങളെ ആളുള്ള മഹലിൽ 3 സലഫി പള്ളിയുണ്ട്. പട്ടല എന്ന സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. എന്താണ് ഇപ്പോൾ ഈ സമുദായം? അപ്പോൾ ഇത് വളരെ ലാഘവത്തോടെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് ഈ മക്കളിരിക്കുന്ന ഉലമാക്കൾ മുത്താലിമികളെ സംബന്ധിച്ചോളം നമുക്ക് ഭയങ്കര ഉത്തരവാദിത്തമാണ്. നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാരും നമ്മുടെ ഉലമാക്കളുമൊക്കെ ചെയ്തതിനേക്കാൾ വലിയ ത്യാഗത്തിൻ്റെ പരിശ്രമത്തിൻ്റെ കാലഘട്ടമായത്. നമ്മൾ നന്നായി പണിയെടുക്കണം, വലിയ പണിയെടുക്കണം. വലിയ ഉത്തരവാദിത്വം നമുക്ക് സമുദായത്തിനോടുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇത്. അപ്പോൾ ഇതൊക്കെ ഇന്ന് വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ബഹുമാനപ്പെട്ട ഓസല്ലാമിൻ്റെ ആണ്ട് അനുസ്മരണം ഇവിടെ നടക്കുമ്പോൾ ഇത് എന്തിനെന്ന് ചോദിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഇതുണ്ടെങ്കിലേ നമുക്ക് നേർക്ക് നേരെ ഹബീബുമായിട്ട് അടുക്കാൻ കഴിയുമെന്നും അതിലൂടെ മാത്രമേ റബ്ബിൻ്റെ പൊരുത്തം കിട്ടാൻ കഴിയുമെന്നും സമുദായത്തിനെ പഠിപ്പിക്കേണ്ട ബാധ്യത നമ്മളുടേതാണ്. അത് പരിശുദ്ധ ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിനോടുള്ള മഹബത്ത് നിങ്ങൾ നിലനിർത്തണമെന്ന് ഖുർആൻ പറഞ്ഞെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ പറയാണ് 2 നിധികൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തന്നേച്ചു പോവുകയാണ്. ആ വാക്കിൻ്റെ അർത്ഥം നോക്കി ഇവിടെ എന്നെ ഇവിടെ ആലിമികളെ മഹാന്മാരായി സ്റ്റേജിലും സദസ്സിലും ഒക്കെ ഇരിക്കുന്നത്. അവർക്കൊക്കെ ഇതിൻ്റെ അർത്ഥം ശരിക്കും നേർക്കേറെ മര്യാദയ്ക്ക് പറയാൻ അറിയും. 2 നിധികൾ സകലൈ 2 നിധികൾ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പോവുകയാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ ഖുർആനാണ്. അതിനകത്ത് നിങ്ങൾക്ക് ഹിദായത്തുണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് വെളിച്ചമുണ്ട്, നിങ്ങൾക്ക് നന്മയുണ്ട് എന്നെല്ലാം വിശദീകരിച്ചിട്ട് തങ്ങൾ രണ്ടാമത് പറഞ്ഞു അഹ്ലു ബൈത്തി. രണ്ടാമത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്ന എൻ്റെ കുടുംബത്തിനെയാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എൻ്റെ കുടുംബത്തിൻ്റെ ഉപമ അതെവിടെയെങ്കിലും അവസാനിക്കുന്നതല്ല. കർബലയിൽ തീർന്നു എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞു വരുത്തുന്നത്. അങ്ങനെയൊന്നുമല്ല, തീർന്നിട്ടില്ല. എൻ്റെ കുടുംബം ഇന്ന മഹസല അഹ്ലു ബൈത്തി കമസലി സഫീനത്തി നൂഹിൻ അലൈഹി സ്വലാത്തു വസ്സലാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പലിൻ്റെ ഉപമയാണ് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പലിലേക്ക് ഒരാൾ വിശ്വസിച്ച് കയറിയാൽ ഫഹുവ നജ, അയാൾ പരാജയപ്പെടില്ല. വമൻ തഅഖറ അൻഹാ ഫഹുവ ഹലക, അവഗണിക്കുന്നവൻ നശിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉദാഹരണം മനസ്സിലാക്കണം. അവഗണിച്ചവൻ നശിച്ചു എന്ന് നബിത്തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ മുത്തുനബിത്തങ്ങളുടെ കുടുംബത്തിനെ അവഗണിച്ചവൻ നശിച്ചു എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. തങ്ങളുടെ കുടുംബത്തിനെ ആദരിച്ചവരും അംഗീകരിച്ചവരും രക്ഷപ്പെട്ടു എന്നായി പറഞ്ഞ്. അതിനായി ഉദാഹരണം ഇവിടെ എടുത്തു വെച്ചത്. ഇത് ഖിയാമത്ത് നാൾ വരെ ഓടുന്ന കപ്പലാണ്. കർബലായിൽ ചരിത്രം നമുക്കറിയും. കർബലായിൽ ബഹുമാനപ്പെട്ട സയ്യിദന ഹുസൈൻ റളിയല്ലാഹു തആല അൻഹും സയ്യിദത്തുന ബീവി ഷഹർബാനത്ത് റളിയല്ലാഹു അൻഹയും 18 വയസ്സുള്ള അലി അക്ബർ എന്ന് പറയുന്ന പൊന്നുമോനും 12 വയസ്സുള്ള സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന രണ്ടാമത്തെ മോനും 18 മാസം പ്രായമായ അലി അസ്ഗർ എന്ന് പറയുന്ന കുഞ്ഞുമോനും പിന്നെ 2 പെൺകുഞ്ഞുങ്ങളും. ഇതാണ് അഹ്ലു ബൈത്തിന്റെ കുടുംബം. എവിടുന്ന്? മദീനയിൽ നിന്നും നേരെ കൂഫയിലേക്ക്. ചുമ്മാ പോയതല്ല, ഈ ചരിത്രമൊക്കെ അതിൻ്റെ പിന്നിൽ. യഥാർത്ഥത്തിൽ കർബലായിൽ യുദ്ധം ചെയ്തപ്പോൾ കൊല നടത്തിയവനും വിളിച്ചു പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, കൊല്ലപ്പെടുന്നവനും വിളിച്ചു പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണിത്? കൊല്ലാൻ വേണ്ടി വാളുമായി വരുന്നവൻ വെട്ടുന്നത് അല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ടാണ്. മുറിഞ്ഞങ്ങ് വീഴുന്നവൻ പറയുന്നതും അല്ലാഹു അക്ബർ. എന്താണ് ഇപ്പോൾ ഇവിടെ എന്താണ് വ്യത്യാസം? അവിടെ വേറൊന്നുമില്ല. അവിടെ സംഭവിച്ചത് കൂഫയിലെ ജനങ്ങൾ, 100 കണക്കിന് ജനങ്ങൾ മദീനത്തുള്ള ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങൾക്ക് ലെറ്റർ അയച്ചു എന്ന ചരിത്രം. എന്താ ലെറ്ററിന്റെ ഉള്ളടക്കം? ബഹുമാനപ്പെട്ടവരെ, ഇവിടെ ഇബ്നു സിയാദ് എന്ന് പറയുന്ന അയാളെയാണ് അവിടെ ഗവർണറാക്കിയിരിക്കുന്നത്. മുത്തനബി തങ്ങളുടെ സുന്നത്തിനെ പിച്ചു ചീന്തുകയാണ്. അതുകൊണ്ട് നബിത്തങ്ങളുടെ സുന്നത്തിനെ ഇവിടെ നിലനിർത്താൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം, അധികാരം ഏറ്റെടുക്കണം, ഞങ്ങൾ ബയ്യത്ത് ചെയ്യാം. ഇതാ കത്തിന്റെ ഉള്ളടക്കം മൊത്തം ഇതാണ്. ഇസ്തിഖാറ നിസ്കാരം നടത്തി തീരുമാനം എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് ചെന്നെങ്കിൽ ആ ഏറ്റുമുട്ടലിനായിട്ട് ഹുസൈൻ തങ്ങൾ ഷഹീദായി. ഇല്ലേ? 1ാമത്തെ മോനും ഷഹീദായി. ഇളയ കുഞ്ഞിനെയും നിഷ്കരണം അവർ കശാപ്പ് ചെയ്തു. 225 അംഗ സംഘമാകുന്ന 225-ൽപ്പെട്ട മുഴുവൻ ആളുകളെയും കശാപ്പ് ചെയ്തു. പക്ഷേ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുത്തിനെ അവിടെ ശേഷിപ്പിച്ചു. പുതച്ചു മൂടിക്കിടന്ന സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന മോൻ പുതപ്പിങ്ങനെ മാറ്റിക്കൊണ്ടിട്ട് ഉപ്പാനോട് പറഞ്ഞു, ഉപ്പാ, വെല്ലുപ്പാന്റെ സുന്നത്ത് നിലനിർത്താൻ ഈ വർഗത്തിനോട് പോരാടാൻ ഞാൻ ഇറങ്ങിക്കോട്ടെ. അതായിരുന്നു ചോദ്യം.
ഹുസൈൻ തങ്ങൾ പറഞ്ഞു, മോനെ നീ കടുത്ത പനി ബാധിച്ച് കിടക്കുകയാണ്, നിനക്കിപ്പോൾ യുദ്ധം ചെയ്യേണ്ടതില്ല. ഇതാണ് അള്ളാഹുവിൻ്റെ ഹിക്മത്ത്. എൻ്റെ അഹ്ലു ബൈത്ത് ഖിയാമത്ത് നാൾ വരെ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പൽ പോലെയാണെന്ന് ഉദാഹരണപ്പെടുത്തിയെങ്കിൽ അത് കർബലായിൽ തീർന്നില്ല. ഈ മോനെ നേരെ മദീനത്തേക്ക് എത്തിച്ചിട്ട്, മദീനത്ത് വന്നത് ഈ മോനും പിന്നെ ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളുടെ ശിരസുമാണ്, ബീവി ഷഹർബാനത്തും 2 പെൺകുട്ടികളും. മദീനത്ത് വന്നപ്പോൾ അബൂ യസീദ് എന്ന് പറയുന്ന ഭരണാധികാരി വലിയ ആദരവോടെ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ആ മോൻ 18ാമത്തെ വയസ്സെത്തുമ്പോൾ പരിശുദ്ധമായ മദീന മുനവ്വറയിലെ മസ്ജിദ് നബവിയിലെ മിമ്പറിൽ നിന്ന് ഈ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു, അന ഇബ്നു മക്ക അന ഇബ്നു മദീന, ഞാൻ മക്കയിൽ ജനിച്ച റസൂലുള്ളാഹിന്റെ മോനാണ്, മദീനയിൽ അടങ്ങിയിരിക്കുന്ന റസൂലുള്ളാഹിന്റെ മോനാണ്. ആ മോന്റെ പരമ്പരയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളുടെ കുടുംബത്തിനെ നിലനിർത്തിയത്. ഇതാണ് നബിത്തങ്ങൾ പറഞ്ഞത്. 2 നിധി ഞങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഒഴുകിക്കൊണ്ടേയിരിക്കും. സയ്യിദന്മാരുടെ പവർ അതാണ്. ആ പരമ്പരയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അനുഗ്രഹിച്ച ഒരു മഹാനാണ് സുൽത്താൻ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഞാൻ ചുരുക്കി അങ്ങ് പറയാം, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു. എൻ്റെ അനുജന്മാരാകുന്ന അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് തുല്യമാകുന്ന മുത്തല്ലിമീങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. നിങ്ങളിതൊക്കെ സമുദായത്തിനെ ബോധ്യപ്പെടുത്തണം. നിങ്ങളെപ്പോലുള്ള മക്കളോട് ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് വിധികത്താർ, എടാ എന്തിനാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖിൻ്റെ ആണ്ട് നടത്തുന്നത്? നിങ്ങൾക്ക് നബിത്തങ്ങളുടെ ആണ്ട് നമ്മൾ അംഗീകരിക്കണു, പോട്ടെ. റബീഉൽ അവ്വൽ 12 നിങ്ങൾ കൊടി കുത്തുവോ, നിങ്ങൾ നേർച്ചാണ്ടാക്കുവോ, പോത്തിനിറക്കുവോ, ഞമ്മ അതിനെ അംഗീകരിക്കുന്നു, പോട്ടെ. ഇവിടെ അതിൻ്റെ ശേഷം പിന്നെ റബീഉൽ ആഖിറിൽ എന്തിനാ ഈ പണി നിങ്ങൾ ചെയ്യുന്നത്? റബീഉൽ അവ്വലും റബീഉൽ ആഖിറും ഹുബ്ബുൻ നബിയാ, അല്ലാണ്ട് അതിനകത്ത് വേറൊന്നുമില്ല. റബീഉൽ അവ്വൽ നബി തങ്ങളുടെ മഹബത്താണ്, റബീഉൽ ആഖിർ നബി തങ്ങളുടെ മഹബത്താണ്. അപ്പൊ ഇവരുടെ ചോദ്യത്തിൽ നിന്ന് മറുപടി പറയാൻ നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് കഴിയുന്നില്ല. ശരിക്കും നല്ലൊരു ചോദ്യം. എല്ലാ ചോദ്യവും ഇങ്ങനെ തന്നെയാണ്. ഈ ചോദ്യത്തിനെല്ലാം ശരിയായ ജവാബ് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാലഘട്ടമാണിത്. ചോദ്യം ശരിയല്ല. എടാ നബിയുടെ പിന്നെ ഇതിനെ നിങ്ങൾ ആഘോഷിക്കുന്നു, നമ്മൾ അംഗീകരിക്കുന്നു. നബി കഴിഞ്ഞാൽ പിന്നെ ബാക്കി അമ്പ്യാക്കന്മാരിലെ 1.25 ലക്ഷം നബിമാരിവിടെ ഇല്ലേ? ആദ്യ നബിയുടെ ആണ്ട് അടുത്ത് ഞങ്ങൾ കൂടാൻ പോത്തിനിറക്കാൻ. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ഇവിടെ ഇബാദത്തെടുത്ത ജനങ്ങളെ ദഅവത്ത് ചെയ്ത നബിയല്ലേ നൂഹ് നബി അലൈഹി ഇസ്ലാം. നൂഹ് നബിയുടെ ആണ്ട് നിങ്ങൾ അടുത്ത് നമ്മൾ പോത്തിനിറക്കാൻ കൂടാ. അല്ലെങ്കിൽ ഖലീലുല്ലാഹി എന്ന് അല്ലാഹു തആല വിശേഷിപ്പിച്ചത് ഇബ്രാഹിം നബിയുടെ ആണ്ട് അടുത്ത്. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കാൻ തിരഞ്ഞെടുത്ത നബിയല്ലേ നബിയന മൂസ അലൈഹി ഇസ്ലാം. മൂസ നബിയുടെ ആണ്ട് അടുത്ത്. വേണ്ടാടാവേ അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ റൂഹ് എന്ന് വിശേഷിപ്പിച്ച നബിയല്ലേ സയ്യിദന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. ഈസാ നബിയുടെ ആണ്ട് അടുത്ത്. ഇതൊന്നും നടത്തുന്നില്ല. ഈ നബിമാരുടെ ഒന്നും ആണ്ട് നടത്തില്ല. എന്നാ പോട്ടെ, നബിമാരതിന് മുമ്പ് വന്നായതുകൊണ്ടാണ് അങ്ങോട്ട് പോട്ടെ. നബിക്ക് ശേഷം സഹാബാക്കളല്ലേ പവറുള്ളത്. അബൂബക്കർ സിദ്ദീഖിന്റെ ആണ്ടുകളെടുത്ത് നമ്മൾ കൂടാം. ഉമർ റളിയല്ലാഹുവിന്റെ ആണ്ടുകടുത്ത് നമ്മൾ കൂടാം. ഉസ്മാൻ തങ്ങളുടെ ആണ്ടുകടുത്ത് റളിയല്ലാഹുവിനെ നമ്മൾ കൂടാം. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തങ്ങളുടെ ആണ്ടുകടുത്ത് കൂടാം. ഇതൊന്നും നടത്തലില്ല. എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ട്. എടാ ഇതൊക്കെ ആവശ്യമില്ലാത്തതല്ലേ? ഇതൊക്കെ ബിദ്അത്തിൽപ്പെട്ടതല്ലേ? ഇത് എന്തിൻ്റെ പേരിൽ നടത്തുന്നു? മറുപടിയില്ല. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരം മുട്ടി എന്തോ മറുപടി അറിയാനാണ്? ഇവർ പറഞ്ഞ മഹാന്മാരൊക്കെ അല്ലേ മഹാന്മാര്. അതിൻ്റെയൊക്കെ എത്ര താഴെയാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖ്. അപ്പോൾ ഈ മുഹ്യിദ്ദീൻ ഷെയ്ഖിൻ്റെ ആണ്ട് എന്തിനാണ് നടത്തുന്നത് ചോദിക്കുന്നിടത്തിൽ മറുപടി ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിനോടുള്ള അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം അല്ലേ, അസ്വാജുഹു ഉമ്മഹാത്തുഹും. സൂറത്തുൽ ഹശറിലല്ലേ? അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നഫ്സിനേക്കാളും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല. അവിടുത്തെ ഭാര്യമാരെന്ന് പറയും നിങ്ങളുടെ ഉമ്മമാരാന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല. അവിടുത്തെ കുടുംബം എന്ന് പറഞ്ഞാൽ മുഹാജിറുകളെക്കാളും പവർ അവർക്ക്. സിദ്ദീഖുലൊക്കെ ഞങ്ങൾ എന്താ പറഞ്ഞത്? ഈ സമുദായത്തിലെ ഏറ്റവും കൂടുതൽ ഈമാനുള്ള വ്യക്തി ആരാണ്? അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? എന്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത്രയും വലിയ ഈമാന്റെ? തങ്ങളുടെ ഭാഷ ഇത് നിങ്ങളൊരു ത്രാസിന്റെ ഒരു തട്ടിൽ ഈ സമുദായത്തിന്റെ മൊത്തം ഈമാൻ വെക്കുക, മറ്റേ തട്ടിൽ എൻ്റെ ഹബീബാവുന്ന സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാൻ വെച്ചാൽ സിദ്ദീഖിന്റെ ഈമാന് വെയിറ്റ് കൂടുമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. എന്തുകൊണ്ടിട്ടാണത്? ഇന്നല്ലാഹു യതജല്ലാ ലിന്നാസി അമ്മാ വലി അബീ ബക്കറിൻ ഖാസ. ഇതൊക്കെ തങ്ങൾ പറഞ്ഞ വർത്താനങ്ങൾ. ഇതൊക്കെ
എല്ലാ മനുഷ്യർക്കും ദർശിക്കാൻ വേണ്ടി അല്ലാഹു തആല പ്രത്യക്ഷപ്പെടുമ്പോൾ എൻ്റെ ഹബീബാകുന്ന സിദ്ദീഖുൽ അക്ബറിന് വേണ്ടി പ്രത്യേകം പ്രത്യക്ഷപ്പെടുമെന്ന് നബീന റസൂലുള്ളാഹി. എന്താണ് ഇത്ര പവർ സിദ്ദീഖുൽ അക്ബർ അങ്ങക്ക് വന്നത്? ഈ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ നബിത്തങ്ങളോട് മഹബത്ത് വെച്ച വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിൻ്റെ പവർ അറിയാൻ നിങ്ങൾ മദീനത്ത് നിന്ന്, മക്കയിൽ നിന്ന് നബിത്തങ്ങളോടൊപ്പം മദീനത്തേക്ക് അദ്ദേഹം ചെയ്ത യാത്ര മദീന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല വേറെ ഒന്നും അന്വേഷിച്ചു വേണ്ടാന്ന്. നബിത്തങ്ങളോട് മഹബത്തിൻ്റെ ആഴം അറിയാൻ ഇവിടുന്ന് അങ്ങ് ഹിജറ പോയപ്പോൾ ആ മനുഷ്യൻ തങ്ങളെ അനുഗമിച്ച ആ സംഭവം മാത്രം എടുത്താൽ മതി. ആ മനുഷ്യൻ പറയാ, എൻ്റെ കുടുംബക്കാരേക്കാൾ കൂടുതൽ ഞാൻ മഹബത്ത് വെക്കുന്നത് ഹബീബായ അഷ്റഫുൽ ഖൽഖായ നബീന റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബത്തിനോട്. എവിടെ പോയി കാര്യം പറ, നിങ്ങൾ പറ. കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഈ ദുനിയാവിൽ സമാധാനത്തോടുള്ള ജീവിതം വേണമെങ്കിൽ കുടുംബബന്ധ നിമിത്തങ്ങൾ അടിത്തറയിട്ട് വെച്ച വ്യവസ്ഥ. മൻ അഹബ്ബ യബ്സത ലഹു ഫീ റിസ്ഖിഹി വയൻസഉ ലഹു ഫീ ഇത്രിഹി ഫൽയസിൽ റഹിമഹു. അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾക്ക് സമാധാനത്തോടുള്ള ജീവിതം വേണോ? ഭയങ്കര ചോദ്യം ഇത്. സഹാബാക്കളൊക്കെ അടങ്ങി കാതു കുറിപ്പിച്ചിരിക്കുകയാണ്. ഇതെന്ത് വർത്താനാ തങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് സമാധാനത്തോടുള്ള ജീവിതം വേണോ? റബ്ബിൻ്റെ പൊരുത്തത്തിൽ നിങ്ങൾക്ക് ദീർഘ ആയുസ് വേണോ? ഇത് രണ്ടും വേണ്ടാന്ന് ആരെങ്കിലും പറയോ? എനിക്കങ്ങനെ സമാധാനമൊന്നും വേണ്ടോ, ഇതൊക്കെ അങ്ങോട്ട് മതിയെന്ന് ഞാൻ പറയുമോ? ഞാൻ പറയില്ല. ഞാനങ്ങ് പറഞ്ഞു ചേടി എൻ്റെ മക്കളെ എന്നെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് കയറ്റി, അത്യാഹിത വിഭാഗത്തിലേക്ക് കയറ്റി. ഞാനിങ്ങനെ അർത്ഥബോധത്തോടെ ഇങ്ങനെ പകുതി കണ്ണും തുറന്നിങ്ങനെ കിടക്കുകയാണ്. ഡോക്ടർമാർ വന്ന് അവിടെ എല്ലാം കുത്തി പരിശോധിച്ചെല്ലാം കഴിഞ്ഞിട്ട് മോനെ വിളിച്ചിട്ട് ചെവിയിലെന്തോ പറഞ്ഞു. അപ്പോൾ മോനിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ഞാൻ അവനെ കൂടെ വിളിച്ചു. ഇനി വന്നടാ മോനെ എന്ന് പറഞ്ഞ പയ്യെ പറയാൻ പറ്റുള്ളൂ എനിക്ക്. എന്തെന്നാ ഡോക്ടർ പറഞ്ഞേ? 10 ലക്ഷം രൂപ അടയ്ക്കണമെന്നാ പാപ്പ പറഞ്ഞപ്പോൾ. എന്തിന്? ഒരു ഇഞ്ചക്ഷൻ എടുത്തില്ല, ഈ സംഗതി അപകടമാണ്. എന്നാൽ ഞാനിപ്പോൾ വടിയാവുന്നേ പറയണേ. 10 ലക്ഷം രൂപ അടയ്ക്കണം. മോൻ അന്തം വിട്ടിക്കുക. നീ എന്താണ് അങ്ങോട്ട് നോക്കിക്കണേ? ഞാൻ ചോദിക്കുകയാണ്, നീ എന്താ അങ്ങോട്ട് നോക്കിക്കണേ? എന്താ 10 ലക്ഷം 1 കോടി വേണമെങ്കിൽ അടയ്ക്കണ, എന്നെ എനിക്ക് രക്ഷ കിട്ടാൻ. അങ്ങനെയല്ലേ ഞാൻ പറയുള്ളൂ. എടാ മോനെ 10 ലക്ഷം അടയ്ക്കണ്ട, 10 രൂപ അടയ്ക്കണ്ട, ഞാനങ്ങ് വെച്ചോട്ടെ. നിങ്ങളുടെ അവസ്ഥ എനിക്ക് എങ്ങനെയാണെന്നറിയില്ല. ഞാൻ പറയില്ല അങ്ങനെയൊന്നും. നിങ്ങൾ ആശുപത്രി ചെന്നിട്ട് എങ്ങനെയാണ് പറഞ്ഞത് എനിക്കറിയില്ല. ഞാനിപ്പോൾ മരിക്കുമെന്ന് ഡോക്ടറോട് പറയുകയാണ് 10 ലക്ഷം അടയ്ക്കണമെന്ന് പറഞ്ഞാൽ 10 ലക്ഷം അടയ്ക്കണ്ട, 10 രൂപ അടയ്ക്കണ്ട മോനെ, ഞാനങ്ങ് മരിച്ചോട്ടെ എന്ന് ഞാൻ പറയില്ല. ഇത് തന്നെ നബിത്തങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് ദീർഘ ആയുസ് വേണോ? നിങ്ങൾക്ക് സമാധാനമുള്ള ജീവിതം വേണോ? എന്നവർ ഒറ്റ മരുന്ന് കഴിച്ചാൽ മതി. ഫൽയസിൽ റഹിമഹു നബീന റസൂലുള്ളാഹി. അത്രമാത്രം ഈ സമുദായത്തിൽ പ്രാധാന്യമുള്ള കുടുംബ ബന്ധം. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എൻ്റെ മൂത്താപ്പ രോഗിയെ കിടക്കുകയാണ്, വിഷമിച്ച് കിടക്കുകയാണ്, മരുന്ന് കൊടുക്കണം. അതേ സമയത്ത് ഇപ്പുറത്ത് പൊന്നാര നബി തങ്ങളുടെ മൂത്താപ്പ സുഖമില്ലാതെ കിടന്നാൽ എൻ്റെ മൂത്താപ്പ ഞാൻ അങ്ങോട്ട് തള്ളും. റസൂലുള്ളാഹിയുടെ മൂത്താപ്പനെ തെരഞ്ഞെടുക്കുമെന്ന് മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ്. നബി തങ്ങളുടെ കുടുംബത്തിൻ്റെ പവർ കണ്ട. നമ്മുടെ കുടുംബത്തിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിനാണെങ്കിൽ ഈ ഓസുല്ലാദമിൻ്റെ ആണ്ടിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം ഇത് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് നിങ്ങൾ ഓസുല്ലാദമിൻ്റെ ആണ്ട് നടത്തുന്നു എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെല്ലുപ്പയായിട്ട് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരേ ഒരു നബിയാണ് ഖലീലുല്ലാഹി നബീന ഇബ്രാഹിം. കുട്ടികൾ ശ്രദ്ധിച്ചോളണം. മുത്തല്ലിമീങ്ങളോടെ ഞാൻ സംസാരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോളണം. നിങ്ങളിത് നന്നായി സമുദായത്തിനോട്, ഞാൻ പറയുന്ന ശൈലിയിലല്ല, നന്നായി നിങ്ങൾക്കൊക്കെ ആയത്തും ഹദീസും ഒക്കെ ഓതിക്കൊണ്ടിട്ട് പ്രസംഗിക്കാൻ കഴിയും. ഞാനിങ്ങനെ തെക്ക് വടക്കൊക്കെ ഇങ്ങനെ നടക്കണോണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നന്നായിട്ട് പറയാൻ പറ്റും. അതിന് ഞാനിങ്ങനെ ഒരു പോയിന്റ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നന്നായി ശ്രദ്ധിച്ചോളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളുടെ വെല്ലുപ്പ എന്ന് വിശേഷിപ്പിച്ച നബി ആരേ ഉള്ളൂ? ഖലീലുല്ലാഹി നബീന ഇബ്രാഹിം. ശരീഅത്തോടെ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ നബിമാർക്കും ശരീഅത്തുണ്ട്. പക്ഷേ വത്തബിഉ മില്ലത്ത ഇബ്രാഹിം ഹനീഫ എന്ന് ഖുർആൻ പറഞ്ഞത് ഇബ്രാഹിം നബീനെ പറ്റി മാത്രമേ ഉള്ളൂ. നബിയെ തങ്ങൾ തന്നെ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വജദ്ദി, എൻ്റെ വെല്ലുപ്പയാണ്. ആ വെല്ലുപ്പാട് ശരീഅത്തനുസരിച്ച് തങ്ങളെ അവിടുന്ന് ജീവിക്കണമെന്ന് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ അറിയിച്ചെങ്കിൽ എന്താണ് ഇബ്രാഹിം നബിക്കുള്ള പ്രത്യേകത? ഇബ്രാഹിം നബിക്ക് എന്തെങ്കിലും പ്രത്യേകത അല്ലാഹു തആല കൊടുത്തെങ്കിൽ അതേ പ്രത്യേകതയാണ് ബഹുമാനപ്പെട്ട ഔസുൽ ആലം സുൽത്താൻ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഇതാണ് ഇതിനകത്തുള്ള പോയിന്റ്. എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച്? ഇബ്രാഹിം നബി സലാത്ത് നമ്മൾ എന്തോരം സലാത്തിലുണ്ട്. പക്ഷെ ഏറ്റവും പ്രാധാന്യമുള്ള സലാത്ത് ഏതാണ്? ഇബ്രാഹിമി സലാത്താണ്.
നമ്മൾ അള്ളാഹിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്ത് അത്തഹിയാത്തിലിരിക്കുമ്പോൾ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് തുടങ്ങി ഇന്നക ഹമീദും മജീദ് വരെ അത് ഇബ്രാഹിമി സലാത്താണ്. പാപ്പാടെ മയ്യത്തം കൂടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സലാത്തനാരി അല്ലല്ലോ ചൊല്ലണത്, അല്ലെങ്കിൽ ദിബിൽ ഖുലൂബ് അല്ല ചൊല്ലണത്, അല്ലെങ്കിൽ സലാത്ത് താജല്ല ചൊല്ലണത്. പിന്നെ ഏത് സലാത്താണ്? ഇബ്രാഹിമി സലാത്താണ് അവിടെ ചൊല്ലണേ. എന്താണ് ഇപ്പോൾ ഇബ്രാഹിം സലാത്തിനകത്ത് ഇത്ര വലിയ കലവിരിക്കുന്നത്? അതിനകത്ത് ഇപ്പോൾ എന്താ ഇരിക്കണേ? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ സയ്യിദിനാ ഇബ്രാഹിം വഅലാ ആലി സയ്യിദിനാ ഇബ്രാഹിം. ഇതല്ലേ ഇപ്പോൾ ഇബ്രാഹിമി സലാത്ത് എന്ന് പറയുന്നത്? അല്ലാഹുവേ നീ നബി തങ്ങൾക്ക് ഗുണം ചെയ്യ റബ്ബേ, നബി തങ്ങളുടെ കുടുംബത്തിനും ഗുണം ചെയ്യ റബ്ബേ. ഏതുപോലെ ഖലീലുല്ലാഹി നബീനാ ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഗുണം ചെയ്തതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തിന് ഗുണം ചെയ്തതുപോലെ വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറകത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുവേ മുത്തനബി തങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യ റബ്ബേ, റസൂലുള്ളാഹിന്റെ കുടുംബത്തിനും ബർക്കത്ത് ചെയ്യ റബ്ബേ. ഏതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ബർക്കത്ത് ചെയ്തതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന് ബർക്കത്ത് ചെയ്തതുപോലെ ഫിൽ ആലമീന ഇന്നക ഹമീദുൻ മജീദ്. ഇതാണ് ഇബ്രാഹിമി സലാത്ത്. എന്താണ് ഇവിടെ ഇബ്രാഹിം നബീനെ മാത്രം കയറ്റിപ്പിടിച്ചത്? എന്താണ്? വേറെ നബിമാർക്കൊന്നും അല്ലാഹു തആല ബർക്കത്ത് ചെയ്തില്ലേ? ബർക്കത്ത് ചെയ്തില്ലേ? ഈ ഓസല്ലാവിൻ്റെ ആണ്ട് മാത്രം എന്തിനാടാ മാത്രം നടത്തണമെന്ന് ചോദിക്കുമ്പോൾ ഈ ചോദ്യം എടുത്ത് തിരിച്ചിട്ട് ചോദിക്കണ്ടേ? ഈ ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിക്കണം. എടാ ബാക്കി നബിമാർക്കൊന്നും അല്ലാഹു തആല ബർക്കത്ത് ചെയ്തില്ലേ? എല്ലാ നബിമാർക്കും ബർക്കത്ത് ചെയ്തു. അപ്പം എന്നാൽ പിന്നെ ഇയാളൊരു പണി ചെയ്യണം. ഇനി അത്തയ്യാത്ത് ഓതുമ്പോൾ വിരൽ നീട്ടിപ്പിടിച്ചോണ്ടിട്ട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ ആദം ഇദ്രീസ് നൂഹ് ഹൂദ് സാലിഹ് 1.25 ലക്ഷം നബിമാരുടെ പേരങ്ങോട്ട് പറഞ്ഞിട്ട് ഇന്നക ഹമീദും മജീദ് പറഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ട് സലാം വീട്ടിയാൽ മതി എന്ന് പറയാം. അത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട പോയിന്റാണ്, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. ഇനി 1.25 ലക്ഷം വേണ്ട, ഖുർആനകത്ത് 25 നബിമാരുടെ പറഞ്ഞിട്ടില്ല. ആ 25 നബിമാരുടെയെങ്കിലും പേര് പറയാണ്ട് നീ സലാം വീട്ടിലെന്ന് പറയാം. ഇവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുണം ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് ഇബ്രാഹിം നബിക്ക് മാത്രമല്ല ഗുണം ചെയ്തുള്ളൂ. ഈ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഇവിടുത്തെ എടുത്തു പറഞ്ഞതിൻ്റെ ഏക തെളിവ്, അതിൻ്റെ അടിസ്ഥാനം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കുടുംബത്തിനെ അള്ളാഹു ആദരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു പോയിന്റും അതിനകത്തില്ല. എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ വാപ്പ ഇങ്ങനെ മുകളിലേക്കുണ്ട്. ഇപ്പം അതവിടെ ഈ പിന്നെ മദീനയിൽ റൗള ഷരീഫിൻ്റെ തൊട്ട് പടിഞ്ഞാറ് വശത്തായിട്ടൊരു മ്യൂസിയം ഉണ്ടായി. ഞാനവിടെ ആജിമാരെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ആ മ്യൂസിയത്തിൽ കയറ്റാറുണ്ട്. ഇപ്പം ആ മ്യൂസിയം ഈ നിർമ്മാണത്തിന് വേണ്ടി പൊളിച്ച് മാറ്റി വെച്ചിരിക്കുക. ഇപ്പം നിലവിലവിടെ ഇല്ല. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെ പോകാനും കാണാനും ഒക്കെ ഉള്ള എല്ലാ വഴികളും അല്ലാഹു നമുക്കെല്ലാം എളുപ്പമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിവിടെ കൃത്യസമയത്ത് എത്താമായിരുന്നു. പക്ഷേ ഞാനൊരു ചെറിയൊരു കുടുക്കി പെട്ടു. ഇതാണ് നാളെ പോകേണ്ട ഒരു 120 ആളുണ്ട് ഉംറയ്ക്ക് കൊണ്ട്. അതിൽ 100 ആൾക്കാർ ടിക്കറ്റ് കിട്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ പുറത്തായി. അവരെ പിന്നെ കയറ്റേണ്ടതായൊരു വഴി വന്നപ്പോൾ ഞാനും നമ്മുടെ ഹമീദ് സക്കാഫിയും വളരെ വർഷങ്ങളായി ഒരുമിച്ച് ഈ അമലിൽ രംഗത്തുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കുറച്ച് ആൾക്കാർ ഇന്ന് പോണവരുണ്ട്. അവരിലേക്ക് നമ്മുടെ ഈ ബാക്കിയുള്ള ആൾക്കാരെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഹമീദ് സക്കാഫിയുടെ കൂടെ അങ്ങോട്ട് പോയിക്കോ, ആ കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഫിത്നയാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിർബന്ധമായും എയർപോർട്ടിൽ പോകേണ്ടി വന്നു. ഇവരെ കൊണ്ടുവന്ന് അവിടെയായിട്ട് അങ്ങോട്ട് മുട്ടിക്കാൻ വേണ്ടി പോയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പോയവർക്കും പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന നമുക്കും മുത്തുനബി തങ്ങളുടെ ശഫാഅത്തിനുള്ള മഹാഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം ഇത് തന്നെ കേട്ടോ. അള്ളാൻ്റെ റസൂലിനെ നമ്മളിങ്ങനെ എടുക്കുക. റസൂലുള്ള നിങ്ങളുടെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പരിശുദ്ധ ഖുർആൻ. ഒമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅന്ത ഫീഹിം. നബി നിങ്ങളിലുണ്ടോ എന്ന ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല. ഇന്ന് സമുദായം അനുഭവിക്കുന്ന വേദനകൾക്കും ദുരിതങ്ങൾക്കും ദുരന്തങ്ങൾക്കും കാരണം നബിത്തങ്ങൾ നമ്മൾ ചവിട്ടി പുറത്താക്കിയത് തന്നെയാണ്. അത് തന്നെയാണ് വിഷയം. അപ്പോൾ പോട്ടെ, ഈ മ്യൂസിയത്തിനകത്ത് ഞാൻ ഈ മദീന പറഞ്ഞാണ് ഞാൻ എൻ്റെ കൂടെ വരുന്നവരെ ഞാൻ നേരിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു മരം ഇങ്ങനെ വരച്ചു വച്ചിരിക്കുക അവിടെ. അതിൻ്റെ ഈ വശത്തുനിന്ന് ഇങ്ങനെ തുടങ്ങും. അബ്ദുൽ മുത്തലിബ് എന്നും പറഞ്ഞിങ്ങനെ മുകളിലേക്ക് അങ്ങോട്ട് പോകും. ഈ മദ്രസയിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. നബി തങ്ങളുടെ 20 വാപ്പാമാർ. ഇതൊക്കെ തങ്ങളുടെ പൗറിപ്പെട്ടാൽ ഞങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നമുക്ക് ആർക്കെങ്കിലും ഇപ്പം നിങ്ങൾ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ്, ബാബാ മുസ്ലിയാർ ഞങ്ങളുടെ വാപ്പാടെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ധൈര്യമായിട്ട് പറയാം എൻ്റെ വാപ്പാടെ പേര് മുഹമ്മദ് എന്നാണ്. ഓഹോ, റസൂലുള്ളാഹിൻ്റെ പേരാണല്ലോ. അതെ. നിങ്ങളുടെ വാപ്പാടെ പേരെന്തെന്നാ? എൻ്റെ വാപ്പാടെ പേരാണ് ബാവ. ആ പേരാണ് എൻ്റെ വാപ്പ എനിക്ക് ഇട്ടേക്കണത്. ഓ അത് ശരി, വെല്ലുപ്പ. അതെ, ആ വാപ്പയില്ല, വെല്ലുപ്പ ബാവ എന്ന് പറഞ്ഞാണ്. അയാൾക്കടെ വാപ്പാടെ പേരെന്തെന്നാ? നിനക്ക് എന്തായാലും ഭ്രാന്താണോ എന്ന് ചോദിക്കും.
അല്ലാണ്ട് വേറെ ഞാൻ മറുപടി അറിയോ? ആ വല്യപ്പാടെ വേറെ എന്നോട് ചോദിച്ചാൽ എനിക്ക് കിട്ടുമോ? ഇവിടെ ഇരിക്കണ എത്ര ആൾക്കാർക്ക് കിട്ടും? ചിലപ്പോൾ നിങ്ങൾ ആ വല്യപ്പാനെ കൂടെ പറയായിരിക്കും, അതിൻ്റെ അപ്പുറത്തേക്ക് ചോദിച്ചാൽ നിങ്ങൾ പാമ്പശേക്ക് ഭ്രാന്താകുമെന്നിരിക്കും. ഇതങ്ങനെ അല്ലടാ എങ്ങനെ ഒന്ന് എണ്ണി ചോദിക്കേ. അപ്പം ഇത് ചെറിയൊരു ആളാണോ ഇത്? അതെയോ? അതിൻ്റെ ബഹുമാനവും അത്ഭുതമല്ലേ ഇപ്പോൾ കാണുന്നത്. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് എണ്ണി വാപ്പാമാരെ എണ്ണി മുകളിലേക്ക് അങ്ങോട്ട് ചെന്നാൽ നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് മുട്ടുന്ന ഒരേ ഒരു നബിയുടെ പേരാണ് ഖലീലുല്ലാഹി നബീന ഇബ്രാഹിം അലൈഹിസ്സലാം. ഇനി ഉമ്മാടെ വാപ്പാമാരുണ്ട. ഉമ്മാടെ വാപ്പാമാരെ ഇവിടെ നിന്ന് അങ്ങോട്ട് എണ്ണിയാൽ ഉമ്മാടെ വാപ്പ, അതിൻ്റെ വാപ്പ ഇങ്ങനെ എണ്ണിയാൽ ആ പരമ്പര നേരെ പോയി മുകളിലേക്ക് മുട്ടുന്ന ഏക പ്രവാചകനാണ് ഖലീലുല്ലാഹി നബീന ഇബ്രാഹിം. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി തങ്ങൾ പറഞ്ഞു എൻ്റെ വല്യുപ്പയാണ്. വേറൊരു നബീനെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഇബ്രാഹിം സ്വലാത്തിൻ്റെ പവർ എന്താണ്? നബിത്തങ്ങളുടെ കുടുംബത്തിൻ്റെ മഹത്വം വിളിച്ചറിയിക്കുകയാണ്. നേരെ പോയാൽ മുട്ടുന്ന ഏക വ്യക്തി. ഇനി നമ്മ താഴത്തേക്കണ്ട. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്ത് സയ്യിദത്തുന ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നോമന മക്കൾ സയ്യിദന ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ അവരിൽ നിന്നിട്ടാണ് താഴത്തേക്ക് വരിക. അതിങ്ങനെ താഴത്തേക്ക് നമ്മൾ എണ്ണിയാൽ, താഴത്തേക്ക് ഇങ്ങോട്ട് എണ്ണിയാൽ ഒരു നിലയ്ക്കും ചിതറിപ്പോകാതെ നേരെ 13ാമത്തെ വാപ്പായിട്ട് ചെന്ന് മുട്ടുന്ന ഏക വ്യക്തിയാണ് ഗൗസുൽ സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അബ്ദുള്ള സൗമായി എന്ന് പറയുന്ന ഫാത്തിമ്മയുടെ ഉപ്പായും ഗൗസുൽ വാപ്പയാകുന്ന അബൂ സാലിഹ് എന്ന് പറയുന്ന അവരുടെ രണ്ടുപേരുടെയും വാപ്പാമാരെ മുകളിലേക്ക് അങ്ങോട്ട് എണ്ണി പോയാൽ ഇവിടെ നിന്ന് എണ്ണിയാൽ 13ാമത്തെ ഉപ്പയാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇവിടെ നിന്ന് എണ്ണിയാൽ 13ാമത്തെ ഉപ്പയാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെ നബിത്തങ്ങളുടെ മക്കളുടെ പരമ്പരയാണ്. ബാക്കിയെല്ലാം പല ഭാഗത്തേക്ക് ചിതറും. ചിലർ സിദ്ദീഖ് അക്ബറിന്റെ അടുത്തേക്ക് പോയി മുട്ടും, ചിലർ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോയി മുട്ടും. ഇങ്ങനെ മുട്ടാതെ നേർക്ക് നേരെ മക്കളായിട്ട് വന്ന് മുട്ടുന്ന ഏക വ്യക്തി ഗൗസുൽ സുൽത്താനുൽ ആരിഫീൻ അഷ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു തങ്ങളായതുകൊണ്ട് മുസ്ലിം ലോകം ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിനെ ആദരിക്കുന്നു മറ്റുള്ള ഔലിയാക്കന്മാരെക്കാൾ. മഹാനവറുകളെ ഗൗസുൽ ആലം എന്നും ഖുതുബുൽ ഔലിയ എന്നും ഒക്കെ നമ്മൾ രേഖപ്പെടുത്തിക്കൊണ്ട് ആദരിക്കുന്നു. എന്തിന്റെ പേരിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളുടെ പരമ്പരയിൽ ഇതുപോലെ യോജിച്ചെണ്ണുന്ന ഒരു മകനെ വേറെ കിട്ടാത്തതിന്റെ പേരിൽ. അപ്പൊ നബിത്തങ്ങളുടെ കുടുംബത്തിനോടുള്ള മഹബത്താണ് ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ആണ്ടുമായി ബന്ധപ്പെട്ട് കിട്ടുന്നത്. നേർക്ക് നേരെ മുകളിലേക്കും നേർക്ക് നേരെ താഴേക്കും. ആ നിലയ്ക്ക് നബിത്തങ്ങളുടെ കുടുംബത്തിനുള്ള മഹബത്തിന്റെ പേരിൽ നമ്മൾ ഗൗസുൽ ആലമിനെ ആദരിക്കുന്നുവെങ്കിൽ ഇതിനെല്ലാം നിന്ദിക്കുന്ന ഒരു ശൈലി സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാകുമെന്നാണ് ലോകാനുഗ്രഹി നബിയന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഓതി തന്ന ഹദീസ്. ഞാൻ ആ ഹദീസ് അവിടെ ഓതിയത് ഭയങ്കര കുഴപ്പത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തങ്ങളുടെ കുടുംബത്തിനെ നിന്ദിക്കാന്ന് പറഞ്ഞാൽ തങ്ങളെ നിന്ദിച്ചു എന്നായി പറയുന്നതിൻ്റെ അർത്ഥം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിനെ അവമതിച്ചു എന്ന് പറഞ്ഞാൽ നബിത്തങ്ങളെ അവമതിച്ചു എന്ന് അതിൻ്റെ അർത്ഥം. അപ്പൊ ആ നിലയ്ക്കുള്ള അവഗണനകൾ ഈ സമുദായത്തിന്റെ ഇടയിൽ വ്യാപകമായാൽ സമുദായം നേരിടേണ്ടി വരുന്ന വിപത്തിനെ പറ്റിയാണ് നബിത്തങ്ങൾ എണ്ണിത്തന്നത്. ഗൗസുൽ ആലമിന്റെ ജീവിതം നമുക്ക് പകർത്താൻ ഈ അനുസ്മരണ സമ്മേളനം നമുക്ക് കാരണമാകണം. ചുമ്മാ 25 ചുട്ടി നടന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ കണ്ട കാര്യം കണ്ടില്ലേ? 3 മണിക്ക് ഇവിടെ തുടങ്ങി. എന്നിട്ടാ 3 മണിക്ക് തുടങ്ങിയത്. 3 മണിക്ക് തുടങ്ങിയ ഈ പരിപാടിയൊക്കെ ഇന്ന് ഈ സമുദായം നിർബന്ധമായും ഏറ്റെടുക്കേണ്ട അമലാണിത്. അതാണ് ഗൗസുൽ ആലം നമുക്ക് കാണിച്ചു തന്നത്. ഗൗസുൽ ആലമിനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഈ അഹ്ലു ബൈത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം ബഹുമാനപ്പെട്ട ജീവിതത്തിന്റെ പവർ 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയെന്ന ഏകൽ കേട്ടാരേ ഇരുന്നോവർ എന്ന് പറഞ്ഞാൽ 25 കൊല്ലം താടി ഒതുക്കാതെ പല്ലും തേക്കാതെ കുളിക്കാതെ പച്ചപ്പട്ടും പൊതിച്ചുകൊണ്ടിട്ട് ഇങ്ങനെ അങ്ങ് നടന്നു എന്നല്ല ഈ പറയണത്. 25 കൊല്ലം അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച് ചിന്തിച്ച് അവന്റെ ഓരോ ഇസ്മുകളും ഓരോ ദിവസവും 111 പ്രാവശ്യം ചൊല്ലി. അതാ ഭൂമി ഊരുണ്ടേ പോൽ എൻ കയ്യിൽ എന്നോവർ ഭൂമി അതൊക്കെയും ഒരു ചൂവാടെന്നോവർ. അതാണ് അതിനകത്ത്. ഇതെല്ലാം ഇന്നിപ്പോ ഓവറായിപ്പോയി. എന്ത് ചെയ്യാനാ? സമുദായത്തിന് ഇതൊന്നും ഇപ്പം അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഒക്കെ ഓവറായി, എല്ലാം ഓവറായി. എന്ത് അബൂ സാലിഹ് തങ്ങളുടെ ചരിത്രം എടുത്ത് പറഞ്ഞാൽ 4 ദിവസം ഇവിടെ നിന്ന് പറയാനുണ്ട്.
അപ്പം അതൊന്നും പറയാൻ പറ്റിയ സമയം കാലങ്ങളൊന്നും അല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിവിടെ ചെല്ലുന്നത് മുഹിയദ്ദീൻ റാത്തീബ് അല്ലേ? ഇന്ന് റാത്തീബിന് വല്ല പ്രാധാന്യം ഉണ്ടോ? ചുമ്മാ ഒരു വാക്കും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് നമുക്ക് മറ്റേ ഫിത്തനയിലേക്ക് നേരെ കൊണ്ടേ കിടക്കാം. ഇല്ല, ഞാൻ വേറെ എവിടെയും ചെന്നിട്ട് പറഞ്ഞോളാം. ഇത് ചെറിയ കാര്യമല്ല ഈ പറയണത്. മനുഷ്യൻ്റെ ഈമാൻ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയെ സംബന്ധിച്ചായി പറയുന്നത്. 25 ആണ്ടോളം ചുറ്റിയടഞ്ഞ ശൈലിയപ്പേ പറയണതേ. എന്താ ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ സൂക്ഷ്മതയും കാര്യങ്ങളൊക്കെ. ഈ ജീവിതം നമ്മളിലേക്ക് പകർത്താൻ വേണ്ടിയിട്ടാണ് ഓസില്ലാതെ നമ്മൾ അനുസ്മരിക്കുന്നത്. അത് മെയിൻ പ്രധാനപ്പെട്ട പോയിന്റാ. അതിൽ ഒന്നായി പറഞ്ഞ ഈ റാത്തീബ് എന്ന് പറയുന്നത്, റാത്തീബ് ചെറിയ കാര്യമല്ല. ഫിത്തനകളും പ്രശ്നങ്ങളും വരുമ്പോൾ ലാ യൻജു ഫീഹാ ഇല്ലാ മൻ ദആക ദുആഇൽ ഗരീഖ്. അങ്ങനെയാ, നാശങ്ങൾ ഈ സമുദായത്തിന് പിടിപെടുമ്പോൾ രക്ഷപ്പെടുന്നവര് മുങ്ങി മരിക്കാൻ പോകുന്നവൻ ദുആ ചെയ്യുന്ന പോലെ ദുആ ചെയ്യുന്നവനല്ലാണ്ട് രക്ഷപ്പെടൂല. ഖീല വമാ ദുആഉൽ ഗരീഖ്. ചോദിക്കപ്പെട്ട് ഏതാണ് ഈ ദുആഉൽ ഗരീഖ് എന്ന് പറയുന്നത്? ഇത് ശ്രദ്ധിച്ചോളാം എല്ലാവരും. മുഹിയദ്ദീൻ റാത്തീബ് ഒന്നും ഇന്ന് വേണ്ടാന്ന് പറയുന്ന കാലം വന്നെങ്കിൽ ഈ 25 കൊല്ലം ചെല്ലി പതിവാക്കിയ കാര്യം ഇപ്പൊ മുഹിയദ്ദീൻ റാത്തീബ് എന്ന് പറയുന്നത്. ഞാനതാ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചത്. ഈ 25 കൊല്ലം ഈ ചുറ്റി നടന്നപ്പോ ഡെയിലി 111 പ്രാവശ്യം എന്തെന്നാ ചൊല്ലിയത്? യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം, യാ മലിക്, യാ ഖുദ്ദൂസ്, യാ സലാം, യാ മുഅ്മിൻ, യാ മുഹൈമിൻ, യാ അസീസ് എന്നിങ്ങനെ തുടങ്ങി യാ സബൂർ വരെ. പരിശുദ്ധ ഖുർആൻ പറയാ ലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉ ബിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പരിശുദ്ധമായ നാമങ്ങളുണ്ട്, അത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദുആർക്ക്. ഇതൊന്നും ചുമ്മാ എവിടെന്നെങ്കിലും എടുത്തു പറയുന്നതല്ല, നേരിക്കേറെ ഖുർആനെ പറയണ്. ഇന്ന ലില്ലാഹി തആല 99 ഇസ്മ വമൻ അഹ്സഹാ ദഖലൽ ജന്ന. അല്ലാഹുവിന് 99 പേരുകളുണ്ട്. നബീന റസൂലുള്ളാഹി. സൂക്ഷിക്കുന്നവർ സ്വർഗ്ഗത്തിൽ കടക്കുന്നല്ല പറഞ്ഞേ, സൂക്ഷിക്കുന്നവർ സ്വർഗ്ഗത്തിലാണ്. ലഖദ് ദഅ അല്ലാഹു ബിസ്മിഹിൽ അലീം അല്ലദീ അജാബ. അള്ളാന്റെ പേര് വിളിച്ചുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് നബീന റസൂലുള്ളാഹി. ഇവിടെ നടന്ന റാത്തീബ് എന്നൊന്നും ചെറിയ കാര്യമല്ല ഈ പറഞ്ഞേ. ഈ കാലഘട്ടത്തിൽ രക്ഷപ്പെടുന്ന ഇതുകൊണ്ടിട്ടാണെന്ന് മറ്റു ഹദീസിൽ ലാ യൻജു ഫീഹാ ഇല്ലാ മൻ ദആക ദുആഇൽ ഗരീഖ്. ഈ ഫിത്തനയുടെ കാലഘട്ടത്തിൽ രക്ഷപ്പെടുന്നവർ മുങ്ങി മരിക്കുന്നവൻ ദുആർക്കുന്ന പോലെ ദുആർക്കുന്നവ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അപ്പൊ എന്താണ് ഈ മുങ്ങി മരിക്കുന്നവന്റെ ദുആ? യാ റഹ്മാൻ യാ റഹീം, യാ അല്ലാഹ് യാ റഹ്മാൻ യാ റഹീം. ഇതാണ് പറഞ്ഞു കൊടുത്തത്. ഇതെന്താണ്? ഇത് അസ്മാഉൽ ഹുസ്നയാണ്. യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ തഅത്ത്. അതിന്റെ ശേഷം ഈ അസ്മാഉൽ ഹുസ്നയാണ് ഈ മുങ്ങി മരിക്കുന്നവന്റെ ദുആ എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ? ഞാനിപ്പോ അങ്ങോട്ട് മുങ്ങി പോവാണ്, എനിക്ക് നീന്തലറിയാം, പക്ഷെ ആകെ കൊഴഞ്ഞു, ഞാനിങ്ങനെ കാല് തളർന്നു കയ്യും തളർന്നു അടിയിലേക്ക് പോവാണ്, രക്ഷയില്ലല്ലോ റബ്ബേ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ഇവിടം വരെ വെള്ളം എത്തി. അപ്പൊ ഞാനെന്താ പറയണത്? മനസ്സിൽ ആഗ്രഹിക്കണത്, അടുത്ത് കിടക്കണ നായർ 5 ലക്ഷം ചോദിക്കുവാണെങ്കിലും വേണ്ടില്ല ആ സ്ഥലം മേടിക്കാറുന്നു. അതാണോ? എൻ്റെ അടുത്തൊരു അറസാരൻ നായറുണ്ട്, ഞാനാണെങ്കിൽ മുങ്ങി മരിക്കാൻ പോവാണ്. എൻ്റെ മനസ്സിൽ അതാണോ? അയാൾ സെൻറ്റിന് 5 ലക്ഷം ചോദിച്ചാലും വേണ്ടില്ല സ്ഥലം മേടിക്കാമെന്നാണോ എൻ്റെ മനസ്സിൽ തന്നെ? അതെയോ? ഇവിടെ എത്തി വെള്ളം. അല്ല, അങ്ങനെയാണോ? അല്ല. പിന്നെ എന്താടാവേ പറ? ദുആയൊക്കെ നമ്മളൊക്കെ പലരുമൊക്കെ നടത്താറുണ്ട്, പക്ഷെ മുങ്ങി മരിക്കണൊരു ദുആ എങ്ങനെയാ പറ? അയാൾ താഴത്തേക്ക് ഞങ്ങൾ ആണ്ടോണ്ടിരിക്കുകയാണ്, അയാളുടെ വായിന്ന് എന്താ വരിക? ഒരു ഇടയില്ലാതെ, ഒരു വിശ്രമം ഇല്ലാതെ നാവിൽ നിന്ന് വരുന്ന ശബ്ദം അല്ലാ 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 പോവാണേ. അതാണ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ റഹീം. അതാണ് മുങ്ങി മരിക്കുന്നവന്റെ ദുആ എന്ന് പറഞ്ഞാൽ. അസ്മാഉൽ ഹുസ്ന ഓതി ദുആരക്കുന്നവരല്ലാതെ രക്ഷപ്പെടൂല. അസ്മാഉൽ ഹുസ്ന ഓതി ദുആരക്കാന്ന് പറഞ്ഞാൽ അസ്മാഉൽ ഹുസ്നയായിട്ട് നമുക്ക് ബന്ധം വേണോ? അതാണോ ഇന്ന് 3 മണിക്ക് ശേഷം ഇവിടെ ഉണ്ടായത്? ഇത് ആരാ ഇത് ചൊല്ലി പഠിപ്പിച്ചെന്നത്? സുൽത്താൻ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അസീസ്. ഓരോ ഇസ്മും അത് ഞാനിവിടെ ഇവിടെ പറഞ്ഞു, എൻ്റെ കുട്ടുന്ന ഇവിടെ മിലമാര് പറഞ്ഞു, മുഹിയദ്ദീൻ റാത്തീബ് മുഴുവൻ എണ്ണവും ചൊല്ലി തീർത്തു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്രശ്നമാണ്. ഇവിടെ ഇപ്പം കരിമോള് ജംഗ്ഷനിൽ പള്ളിയുണ്ട് അല്ലേ? റോട്ടിൽ കൂടെ പോണ എല്ലാവർക്കും കയറി നിൽക്കിരിക്കാനുള്ളതാണോ? അതെയോ? എന്നാൽ എല്ലാവരും നിൽക്കിരിച്ചപ്പോൾ നിൽക്കാറാവൂലേ? നിൽക്കാറ് ആൾക്കാർ നോക്കുമ്പോൾ അയാൾ നിൽക്കിരിക്കുകയാണ്, ഇയാൾ നിൽക്കിരിക്കുകയാണ്. പക്ഷെ നിസ്കാരം അല്ല സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഷർത്തുകൾ വേണം, ഫർളുകൾ വേണം, വേണ്ടേ? ശരീരം വൃത്തിയായിരിക്കണം, ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ ഒന്ന് റെഡിയായിരിക്കണം,
മറക്കേണ്ട ഭാഗങ്ങളൊക്കെ മറച്ചിരിക്കണം. മറക്കാൻ ഉപയോഗിച്ച ഡ്രസ്സേലോ ശരീരത്തിലോ അഴുക്കുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. സമയമായിരിക്കണം. പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കണം. ഇതല്ല 5 നിബന്ധന. ഈ നിബന്ധന പാലിക്കാതെ ഒരാൾ കയറി നിന്നിട്ട് നിസ്കരിച്ചാലും ആൾക്കാർ ഇരിക്കുമെന്നല്ലേ പറയുള്ളൂ. ഇന്ന് സംഭവിച്ചിരിക്കുന്ന വീഴ്ച അതാണ്. റാത്തീബ് എന്ന് പറഞ്ഞാൽ റാത്തീബ് കഴിക്കേണ്ട ശൈലിയിൽ നിന്നൊക്കെ അങ്ങോട്ട് വ്യതിചലിച്ചു പോയി. പല ഭാഗത്തും കഴിക്കുന്നവരും അതിനകത്ത് മായം ചേർത്തു, കഴിപ്പിക്കുന്നവരും മായം ചേർത്തു. ഇതതിനകത്ത് സംഭവിച്ചത്. ഇവിടെ നടന്ന റാത്തീബ് അങ്ങനെയല്ല എന്നേ പറഞ്ഞു. റബ്ബുൽ അദീമായ തമ്പുരാൻ ഈ അമലിനകത്ത് വന്ന് പങ്കെടുത്ത് ഇതിൽ സഹായിക്കുകയും സഹകരിക്കുകയും അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന സാമ്പത്തികവും ശാരീരികവും മാനസികവുമാവുന്ന സഹായങ്ങളും ഒക്കെ ചെയ്യുന്ന അള്ളാഹുവെ, നിൻ്റെ അടിയാറുകളെ എല്ലാം ഓസുല്ലാദിവിനോടൊപ്പം നാളെ കൂടാനുള്ള ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. നമ്മളിതിനൊക്കെ വന്നേക്കണത്. ബഹുമാനപ്പെട്ടവരെ ദ്വാക്ക് ആമീൻ പറയാൻ വേണ്ടി വന്നേക്കണാണ്. അപ്പോൾ ഈ പാവപ്പെട്ടവനെ ചുമ്മാ എന്നെ കയറ്റി നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കയറ്റി നിർത്തിയപ്പോൾ ഇൻഷാ അല്ലാഹ് 2-3 വാക്ക് പറയണം, അത്രേ ഉള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇന്നത്തെ റാത്തീബിൻ്റെയൊക്കെ അവസ്ഥ എന്താ? 10 ആളുണ്ടെങ്കിൽ 5 ആൾ അവിടെ ഇരിക്കും, 5 ആൾ ഇവിടെ ഇരിക്കും, ഇല്ലേ? പല ഭാഗത്തുമൊക്കെ കണ്ടേക്കണ ഹാലെങ്ങനെയാണ്. അങ്ങനെ അല്ല വേണ്ടത്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഴി. അപ്പോൾ അവിടെ ഒന്നായി. 5 ആൾ ഇവിടെ ഏറ്റു പറയും. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു. അപ്പോൾ 2ആയി. അങ്ങനെ 11 അപ്പോൾ കാക്കായെങ്ങാനും അവിടെ അങ്ങ് ഇരിപ്പുണ്ടെങ്കിൽ ഇടങ്ങേറായി. അപ്പോൾ കാക്കയും അല്ല മുല്ലാക്ക, ഓ ഈ മൗലൂ കിതാബിനകത്ത് 111 എഴുതിയേക്കണം. ഇപ്പോൾ 11 ഇപ്പോൾ കൈയടിച്ചെന്താ? അത് അച്ചടി പശു പറ്റിയതാ കാക്ക. അത് 111 അത് വര കൂടിപ്പോയതാണ്. 11 ഉള്ളൂ. എന്നിട്ട് ഇപ്പോൾ കൊച്ചിൻ്റെ വയറിളക്കം മാറുന്നില്ല എന്ന് പരാതി പറഞ്ഞാൽ നടക്കുമോ? കൊച്ചിൻ്റെ അസുഖം മാറാനാണ് റാത്തീബ് നെയ്യത്താക്കിയത്. ഇവിടെ ഈ രീതിയിലാണ് റാത്തീബ് ഉണ്ടാക്കിയത്. മാറുമോ? അതാ ഞാൻ ഒതോടുകൂടി കയറി തിരിച്ചാലാവോ നിസ്കാരാവുള്ളൂ. എല്ലാത്തിലും ഇത് ഒരു നിബന്ധനയുണ്ട്, നിയമമുണ്ട്. ആ നിയമം അനുസരിക്കണം. ഇത് ചെയ്യിപ്പിക്കാനും തയ്യാറല്ല, ചെയ്യാനും തയ്യാറല്ല എന്ന് നോക്കുമ്പോൾ മായം കയറി. പല ഭാഗത്തും അങ്ങനെ. ഇപ്പോൾ മൗലിദ് കഴിക്കാൻ പറയും. 2 പാർട്ടി 2 ഭാഗത്തായിട്ട് ഇരുന്നിട്ട് അപ്പൊ ഇവിടെ ഇരിക്കുന്ന പാർട്ടി അന്തവും ഇതൊന്നും ശരിയല്ല. ആ രീതിയിലൊന്നും എല്ലാക്കാന്മാർ കാര്യങ്ങൾ കൊണ്ടുവരുമെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താ അവിടെ വേണ്ടത്? ഓരോ ബൈത്തിനും ജവാബ് വേണം. അപ്പോഴേ അവിടെ സലാത്തുണ്ടാവുള്ളൂ. അന്തത്തല്ലോട് ബൈനനാന്ന ബൈത്തം കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ. ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ബൈത്ത്, ഇല്ലേ? എല്ലാവരും ഓരോ ബൈത്തിനും ഇവിടെ ജവാബല്ലേ ചൊല്ലിയത്. ഞാനത് കേട്ടോണ്ട് തന്നെ കൂടെ വന്നേ. അല്ലാണ്ട് ഇവിടെ സ്റ്റേജിൽ കയറുന്നുണ്ട് ബൈത്ത് മാത്രം അങ്ങോട്ട് എല്ലോ അല്ല ഇത്. ഓരോ ബൈത്തും ചൊല്ലിയപ്പോൾ അവിടെ ഇരുന്നുകൊണ്ടിട്ട് സലാമുല്ലാ ബൈത്ത ചൊല്ലിയത്. ഈ സലാത്തിലൂടെയാണ് അങ്ങോട്ട് നിമിത്തങ്ങളിലേക്ക് അങ്ങോട്ട് അടുപ്പം കിട്ടുന്നത്. സലാത്തിലൂടെയാണ് നമ്മളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത്. സലാത്തിലൂടെയാണ് മുറാദുകൾ ഹാസിലാക്കപ്പെടുന്നത്. ഇതില്ല, സലാത്തില്ല, ബൈത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? 111 പ്രാവശ്യം ബഹുമാനപ്പെട്ട ഓസല്ലാദൻ ഡെയിലി ഈ 99 പേരുകൾ ചൊല്ലിക്കൊണ്ട് ലോകം കറങ്ങിയെങ്കിൽ അത് ഈ സമുദായത്തിന് കാണിച്ചെന്ന മാതൃകാ ജീവിത. അതാണ് ഈ സമുദായം ഏറ്റെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പ്രതിസന്ധികളും വിഷമങ്ങളും വരുമ്പോൾ അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. മറ്റവൻ പോകുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം തർക്കം എല്ലാവരും. ട്രംപ് പറയണത് ഞാൻ പറഞ്ഞിട്ടാ യുദ്ധം നിർത്തിയെന്നാണ് പറയണത്. നെതന്യാഹു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടാ നിർത്തിയേക്കണം. ആരപ്പോൾ നിർത്താൻ പറഞ്ഞത്? ഇവർ അരമണിക്കൂർ കൊണ്ട് പൊടിയാക്കാമെന്നും പറഞ്ഞുകൊണ്ടിട്ട് ഇറങ്ങിയതാണ്. അരമണിക്കൂർ 6 മാസമായി 2 കൊല്ലമായിട്ടും ഒരു രക്ഷയില്ല. ഈ കൊണ്ടേ വെച്ചേക്കണത് എവിടെയാണെന്ന് ഒരു പിടുത്തവും ഇല്ല. ആകെ 41 കിലോമീറ്റർ നീളവും 12 കിലോമീറ്റർ ശരാശരി വീതിയുള്ളൂ ഈ പറഞ്ഞ സ്ഥലം. അതിനകത്താണ് ഈ ഇതിനെ കൊണ്ടേയിരുത്തേക്കണത്. എവിടെയാണെന്ന് ഇവന്മാർ ആരും നോക്കിയിട്ട് കാണില്ല. അള്ളാൻ്റെ സഹായം എന്നായി പറയണത്. അള്ളാൻ്റെ സഹായം എന്നാ പറയണത്. ഇസ്വാബത്തും മിൻ ഉമ്മത്തി എന്നാണ് നബിത്തങ്ങൾ ഹദീസ് പഠിപ്പിച്ചെന്ന്. എൻ്റെ സമുദായത്തിൽ ഒരു സംഘം ഊതിച്ചു പൊങ്ങുന്ന കാലം വരുമെന്ന് ബൈത്തുൽ മുഖദ്ദിസിന്റെ ചുറ്റും. അവരുടെ ശൈലി പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരുത്തനക്കും കൂശി കൊടുക്കൂല. ആരെല്ലാം ലോകം മൊത്തം എതിർത്താലും ശരി അവർ വഴി കൊടുക്കൂല. ആരാണെന്ന് ചുമ്മാ നമ്മൾ വിലയിരുത്തിക്കൊന്നേ. ഞാനിപ്പോൾ അവർ ഹമാസ എന്നൊന്നും ഞാൻ പറയണില്ല. ഹമാസ തീവ്രവാദികളാണ്, രാജ്യദ്രോഹികളാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഈ പാർട്ടി ആരാ? അപ്പം നബിത്തങ്ങൾ ഈ പറഞ്ഞ പാർട്ടി
മസ്ജിദുൽ ഹറാമിന്, മസ്ജിദുൽ അഖ്സാക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘം ഈ ഉമ്മത്തിൽ ഉദിച്ചുയരുന്നതാണ്. ഉദിച്ചുയരുന്നു നിസാരല്ലേ ഉള്ളൂ ഇപ്പൊ ഈ സാധനം. അവരാരെങ്കിലും പറഞ്ഞോ യുദ്ധം നിർത്താൻ? അവരിപ്പോഴും പറയുന്നത് യുദ്ധം നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന നിലയിലാണെങ്കിൽ നമ്മൾ അംഗീകരിക്കുള്ളൂ. ഇല്ല, ഇതെന്താന്നേ പറഞ്ഞത്? അവരുടെ അടുത്ത് ആയുധം ഉണ്ടെന്നായി പറഞ്ഞേ. നബിത്തങ്ങൾ പറയാണ് മറ്റവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ, അവൻ പോർ വിമാനങ്ങളും ബോംബുകളും മിസൈലും ഒക്കെ കൊണ്ടുവന്നോട്ടെ, നിന്റെ ആയുധം മുഹ്യിദ്ദീൻ റാത്തിബിന്റെ പവർ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. മുഹ്യിദ്ദീൻ റാത്തിബിനെ പറ്റി പറയാമോ പറഞ്ഞുകൊണ്ടിരിക്കണേ. നിങ്ങളുടെ ആയുധം ദുആയാണ്. മോമിനിന്റെ ആയുധം ദുആയാണെന്ന് നബീന റസൂലുള്ളാഹി. ആ ദുആ എങ്ങനെയായിരിക്കണം? ആ ദുആ അള്ളാഹിന്റെ ഇസ്മു പറഞ്ഞുകൊണ്ടിട്ടായിരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹിന്റെ ഇസ്മു വിളിച്ചുകൊണ്ടിട്ടായിരിക്കണം അഷ്റഫുൽ ഖൽഖി നബീന റസൂലുള്ളാഹി. അതാണ് ഇന്ന് ഈ മഹത്തായ അനുഗ്രഹീതമായ സ്ഥാപനത്തിൽ അള്ളാഹുവിന്റെ മലക്കിന്റെ ചിറകിൽ സഞ്ചരിക്കുന്ന മുത്തഅല്ലിമീങ്ങളെ കൊണ്ട് ബഹുമാനപ്പെട്ട ഉലമാക്കളും നാട്ടുകാരും ഇവിടെ നടത്തിയത്. ഇതിങ്ങനെ നടത്തുന്നവരെ ഈ കാലത്ത് രക്ഷപ്പെടുവോളെന്ന് വേറെ ആരും വർത്താനല്ല നബീന റസൂലുള്ളാഹി. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫാഷിസ്റ്റ് ഭരണകൂടം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൽത്തുറങ്കലിലേക്ക് ആക്കാൻ പോവാണ്. അങ്ങനെ കൽത്തുറങ്കലിലേക്ക് ആക്കുമ്പോൾ ഈ റാത്തീബ് നടത്തിയവർ ഒഴിവാക്കുവോ? ഇതാണല്ലോ ഇപ്പൊ സംശയപ്പ ആൾക്കാർക്ക് അവിടെയാണല്ലോ. എല്ലാ ഭാഗത്തും ഇപ്പൊ കണ്ടായിട്ടുണ്ടല്ലോ, എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം എളുപ്പത്തിൽ പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് ഓർഡർ ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഈ കൽത്തുറങ്കലിലേക്ക് ഈ ജനങ്ങളെ, ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന വർഗത്തിനെ മാറ്റുമ്പോൾ ഈ റാത്തി കഴിച്ചവർ ഒഴിവാക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല. പിന്നെ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുമ്പോൾ നല്ല മനുഷ്യന്മാരെ അങ്ങോട്ട് മാറ്റിയിട്ട് മറ്റുള്ളവരിലേക്കല്ല ഇറക്കുക. തഖൂ ഫിത്നത്തൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. അങ്ങനെയല്ലേ അള്ളാഹ് പറഞ്ഞത്. ഒരു ശിക്ഷ ഈ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഈ റാത്തീബ് എല്ലാവരും അള്ളാഹിന്റെ ഇസ്മു പറഞ്ഞവരൊക്കെ അങ്ങനെ മാറ്റില്ല, പിന്നെ മൊത്തമായിട്ട് അങ്ങോട്ട് ബാധിക്കും. അങ്ങനെ ബാധിക്കുമ്പോൾ നിങ്ങൾ പോകുന്നത് ഷഹീദായിട്ടാണ്. അതായി പറഞ്ഞ് അങ്ങനെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് നിങ്ങൾ പോകുന്നത് ഷഹീദായിട്ടാണ്. മറ്റുള്ളവരെല്ലാം മുസ്ലിമാന്ന് പറഞ്ഞ് ജീവിച്ചെങ്കിൽ അവർ പോകുന്ന അപകടത്തിലേക്കാണ്. ഇതതിനകത്ത് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. അപ്പൊ അള്ളാഹിന്റെ ഇസ്മു പറഞ്ഞുകൊണ്ടിട്ട് ദുആ ചെയ്യാൻ അള്ളാഹും അവന്റെ റസൂലും പറയുന്നു. ആ ഇസ്മാണ് നമ്മളിവിടെ ചൊല്ലിയത്. നിങ്ങൾ മുഹ്യിദ്ദീൻ റാത്തിബ് വിടുക്ക്. അന്തൽ ഹാദി അന്തൽ ഹഖു ലൈസൽ ഹാദി ഇല്ലാഹു യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ യാ അസീസു യാ ഗഫാർ യാ ജലീലു യാ ജബ്ബാർ. ഏതെങ്കിലും അസ്മാഉൽ ഹുസ്ന അല്ലാത്ത ഉണ്ടെങ്കിൽ പറ. അപ്പോൾ ഒരു ചോദ്യം വരും മറ്റവൻ്റെ അടുത്തുനിന്ന്, കഴുത്തെ കെട്ടിയവൻ മുസ്ലിയാരെ, അതിനകത്ത് ഹാ ഹൂ ഹി ഹൈ എന്ന് അതെന്ത് ഇസ്മാൾ? അവൻ ചോദിക്കാൻ വെറുതെ വിടൂല. അതിനകത്ത് അങ്ങനെ ഉണ്ടല്ലോ പറഞ്ഞ മൈലേറെ, അതെന്ത് ഇസ്മാണ്? എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം കാക്കട്ടെ, ഹാർട്ടിനൊരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ അടിയന്തരമായിട്ട് എന്തുകൊണ്ടാ ECG എടുക്കണമെന്ന് പറയാണ്. അങ്ങനെ ECG എടുത്തു. ECG എടുത്ത് പേപ്പർ എടുത്തുകൊണ്ടിട്ട്, അപ്പോൾ ഹോസ്പിറ്റൽ സൗകര്യം നമ്മൾ പുറത്തു പോയിട്ടാണ് പോയി എടുത്തു. ECG എടുത്തുകൊണ്ട് ഇങ്ങോട്ട് അതി കഴിഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ട ഒരു ആയുർവേദ ഡോക്ടറുണ്ട്. അയാളെന്ന് പറഞ്ഞാൽ മരിക്കാൻ പോകുന്ന ആളെ ജീവിപ്പിക്കുന്ന ആളാണ്. അത്രമാത്രം അഗ്രഗണ്യനാണ് ചികിത്സ രംഗത്ത്. നിങ്ങൾ ECG എടുത്തുകൊണ്ട് ആ ഡോക്ടറെ അടുത്തേക്ക് ഈ ആയുർവേദ ഡോക്ടറെ അടുത്തേക്ക്, സാറേ എനിക്ക് ഹാർട്ടിന് ചെറിയൊരു വേരിയേഷൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടേ എന്നോട് ECG എടുക്കാൻ പറഞ്ഞു ഇന്ന ഹോസ്പിറ്റലിൽ നിന്നിപ്പോൾ. അങ്ങനെ ഞാൻ ECG എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് എന്തായി കുഴപ്പമൊന്നൊന്നും നോക്കിക്കേ. ഇയാൾ നോക്കിയിട്ട് മനസ്സിലാവണം, കാരണം അതിനകത്ത് ഇങ്ങനെ കുത്തി വരച്ചേക്കുവാണ് ചുമ്മാ. ECG നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളിങ്ങനെ പേപ്പർ അത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മുകളിലേക്ക് ഒരു താഴത്തേക്ക് പിന്നെ അങ്ങോട്ട് ഇങ്ങനെ വരച്ചേക്കുവാണ്. ഇത് ആയുർവേദ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, അതേ ഇത് എനിക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. അതിന് ഞാൻ ഡോക്ടറൊക്കെയാണ്, പക്ഷേ ഇത് എനിക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. അങ്ങനെ ഈ മൂപ്പനെ പെട്ടെന്ന് അവിടെ ഇറങ്ങിയിട്ട് ഇയാൾക്കുടെ ഒരു ആത്മസുഹൃത്തുണ്ട്, ഒരു ഓർത്തോരു ഡോക്ടറാണ്. മൂപ്പനെ കൊണ്ട് നമ്മളെ ഒരു ECG എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ പുള്ളി അതെ ഞാൻ എല്ല് പരിശോധിക്കുന്ന ഡോക്ടറാണ്, ഇതെനിക്ക്. അയാളും ഡോക്ടർ തന്നെയാണ്. അവസാനം ഇയാൾ ഉള്ള ഡോക്ടർമാരെയൊക്കെ കാണിച്ചിട്ട് അവരെല്ലാവരും എന്ത് പറഞ്ഞു, ഇത് മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ ഹാർട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അയാളെ കാണിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇത്രയേ ഉള്ളൂടാ അതിനകത്ത്. നീ നോക്കുമ്പോൾ ഹാ ഹൂ ഹീ ഹയ്യൻ നിനക്കിത് മനസ്സിലാവില്ല.
ഇതെന്താന്ന് മനസ്സിലാണെങ്കിൽ അതിൻ്റെ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പറയും അത് ഓസല്ലാതെ അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുമ്പോൾ മുരീദന്മാരിങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണല്ലോ. മഹാനവറുകൾ ശൈഖ് എന്താ ചെല്ലണേന്നാണ് മുരീദന്മാർ കാത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ കേൾക്കാം ഹാ അത് കേട്ടോളൂ, ഹീ ഹൂ ഹയ്യ അത്രേ അവർ കേട്ടോളൂ. അത് അവരങ്ങോട്ട് രേഖപ്പെടുത്തി മനസ്സിൽ. അത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ടോട് ചോദിച്ചു, ആ അസ്മാഉൽ ഹുസ്ന പറഞ്ഞതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് കേട്ടല്ലോ, ആഹാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി ഹയ്യുൻ. ഇത് ആദ്യം പറഞ്ഞത് ഇവർക്ക് കൂടി കേട്ടില്ല. ഇവർ ലാ ഇലാഹ അത്രേ അവർ കേട്ടോളൂ. മുഹമ്മദുർ റസൂലുള്ളാഹി അതാണ്. അല്ല ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഹ ഇല്ലല്ലാഹു ഹു ഹാ ഹു മുഹമ്മദുർ റസൂലുള്ളാഹി അതാ ഹാ ഹു ഹി ഹയ്യുൻ. ഇത് ഇനിയിപ്പോൾ അംഗീകരിക്കാൻ പറ്റൂല്ലെങ്കിൽ കളിയാക്കാൻ നിൽക്കരുത്, അത് വലിയ കുഴപ്പമാണ്. അംഗീകരിച്ചില്ല എന്നതുകൊണ്ടിട്ട് ഒരാൾ ഇസ്ലാമിൽ നിന്ന് വെളിയിൽ പോകില്ല, പക്ഷെ കളിയാക്കിയ ഇസ്ലാമിൽ നിന്ന് വെളിയിൽ പോകും. ഒരാൾ നിസ്കരിച്ചില്ല, അയാൾ ഇസ്ലാമിൽ നിന്ന് വെളിയിൽ പോവോ? ഇസ്ലാമിൽ നിന്ന് വെളിയിൽ പോവില്ല. പക്ഷെ നിസ്കരിക്കാത്തതിൻ്റെ ശിക്ഷാ നടപടി സ്വീകരിക്കേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. നേരെ മറിച്ച് വേറൊരാൾ പറയാണ് ഈ ളുഹ്റും അസ്റും ഒന്നും പ്രായോഗികമല്ല, മനുഷ്യൻ പണിയെടുക്കുന്ന സമയമാണ്. രാവിലെ സുബഹികരിച്ചിട്ടാണ് പോവുക, ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് മഗ്‌രിബ് ഇശാ നിസ്കരിക്കുക, 3 വക്കത്തെ നിസ്കാരമുള്ളൂ. എന്താ അവൻ്റെ വിധി? ആ പുറത്തു പോവും. ഇതാണ് അംഗീകരിക്കാതിരിക്കലും നിഷേധിക്കലും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ ദിക്റൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റൂലെങ്കിലും നിഷേധിക്കാൻ നിൽക്കണ്ടെന്നായി പറയുന്നത്. ഇങ്ങനെ ഇതിനകത്ത് അങ്ങ് എടുത്തു നോക്കിയാൽ മൊത്തം അസ്മാഉൽ ഹുസ്നയേ ഉള്ളൂ അല്ലേ? ഇതെല്ലാവരും കൂടി വട്ടം കൂടി നിന്നിട്ട് അങ്ങോട്ട് 111 പ്രാവശ്യം അങ്ങോട്ട് ചെല്ലിയിട്ട് ഇവിടെ നടന്നു. ഇത് എന്താ ഉസ്താദ്മാർ ചൊല്ലിക്കൊടുത്തത്? ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഞങ്ങളുടെ കാര്യം അല്ലാഹുവേ ഞങ്ങൾക്ക് സാധിച്ചു തരാൻ അല്ലാഹ് നീ മാത്രം മതി റബ്ബേ, നിന്നിലേക്ക് ഞങ്ങളുടെ മുറാദുകൾ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയാണ് റബ്ബേ. ഇങ്ങനെ ചൊല്ലിയിട്ട് ഇതങ്ങോട്ട് വച്ചാൽ കിട്ടൂന്നാണ് അഷ്റഫുൽ ഖൽഖി നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹിൻ്റെ അടുത്തും കൂടി കിട്ടാനുള്ള ഏറ്റവും അപ്പൊ ദുആ മുസ്ലിമിന്റെ ആയുധമാണ്. ഇന്ന് ആ ആയുധം നേരത്തെ സൂചിപ്പിച്ച ഹമാസിന്റെ കയ്യിലുണ്ടെങ്കിൽ അവർ ആയുധം എടുക്കാൻ അർഹതപ്പെട്ടവരാ. ഈ അർഹത നമ്മൾ നേടണം. അത് നേടിയിട്ട് ഈ ആയുധം നമ്മൾ എടുത്താൽ നമ്മളൊരു പരാജയപ്പെടുകയില്ല. കാരണം ആരും അല്ലാഹു തആല അങ്ങനെ തള്ളിക്കളിയില്ല. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ 1000 രൂപ കടം ചോദിക്കുകയാണ്, മുസ്ലിയാരെ 1000 രൂപ ഇട്ട് ഇൻഷാ അല്ലാഹ് 30-ാം തീയതി ഞാനവിടെ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണ് കഴിച്ചിട്ടൊരു നോട്ടം നോക്കിയിട്ട് ഞാൻ വല്ല വാങ്ങി വെച്ചുകൊണ്ടിരിക്കുകയല്ല, പോടാന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ എൻ്റെ ഉമ്മാനെയും പാപ്പാനെയൊക്കെ വിളിച്ച് ആൾ എറിയും പറഞ്ഞുകൊണ്ട് ഓടിച്ചോളിയും, കൊടുക്കൂല. എൻ്റെ ശൈലി പറയാണ്. ആ സ്ഥാനത്ത് എൻ്റെ അടുത്തേക്ക് വേറൊരാൾ വന്നിട്ട് ചോദിക്കുകയാണ്. എങ്ങനെയാണ് ചോദിക്കണമെന്നറിയോ? എൻ്റെ എല്ലാ പേരും വിളിച്ചോണ്ടാണ് ചോദിക്കണം. എനിക്ക് വാമസില്ല എന്നുള്ളൊരു പേര് മാത്രമല്ലേ ഉള്ളൂ, എനിക്ക് വേറെയും പേരുകളുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ വീട്ടുകാരെന്നെ വിളിക്കുന്നത് ബാവക്കൊച്ചെന്നാണ്, ബാവക്കൊച്ചെന്ന് വിളിക്കും. എൻ്റെ വാപ്പാടെ വീട്ടുകാരെന്നെ വിളിക്കുന്നത് ബാവുക്കുഞ്ഞെന്നാണ്. എൻ്റെ നാട്ടിലുള്ള ഈ അമുസ്ലിങ്ങൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്, അവരെന്നെ വിളിക്കുന്നത് കുഞ്ഞും ബാവു എന്നാണ്. ഞാൻ കുറച്ചാൾ പള്ളിക്കൂടത്തിൽ പോയി, അപ്പോൾ ഈ സാറുമാരും ടീച്ചർമാരും എന്നെ വിളിക്കുന്നത് ബാവാന്നാണ്. അത് കഴിഞ്ഞ് ഞാൻ ഈ കരക്കാരുടെ ചോറ് തിന്നാൻ വേണ്ടി ഇറങ്ങി, മുത്താലിമെന്നും പറഞ്ഞു. അങ്ങനെ ഇറങ്ങിയപ്പോൾ ഉണ്ട് ആൾക്കാർ ബാവ മുസ്ലിയാരെന്നായി. പിന്നെ താടിയൊക്കെ നരച്ച് കഴിഞ്ഞപ്പോൾ ബാവ ഉസ്താദെന്നായി. അപ്പം എനിക്ക് എത്ര പേരായി. എൻ്റെ അടുത്തേക്ക് നിങ്ങളിൽപ്പെട്ട ഒരാൾ വന്നിട്ട് പറയാണ്, ഉമ്മാടെ വീട്ടിലെ ബാവു കൊച്ചേ, വാപ്പാടെ വീട്ടിലെ ബാവു കുഞ്ഞേ, നാട്ടിലെ അമുസ്ലിങ്ങളുടെ കുഞ്ഞും ബാവുവേ, പള്ളിക്കൂടത്തിലെ ബാവായേ, ഞങ്ങളുടെ ബാവ മുസ്ലിയാരേ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ബാവ ഉസ്താദേ, എനിക്കൊരു 1000 രൂപ കടം താട്ട്, ഞാൻ 30-ാം തീയതി തരാമെന്ന് പറഞ്ഞാൽ ഇല്ലേ ഞാൻ ഉസ്താദിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് തരൂലേ പൈസ? ആ ചോദ്യത്തിൻ്റെ ശൈലി അതാ യാ അല്ലാ യാ റഹ്മാൻ, അതാ യാ ഹന്നാൻ യാ മന്നാൻ യാ ദയ്യാൻ യാ, എല്ലാ അള്ളാഹിൻ്റെ പേര് മഹത്വങ്ങളെ പറയണേ.
ഭക്ഷണം തരുന്നവനെ, സംരക്ഷിക്കുന്നവനെ, രാജാതിരാജനെ, കരുണയുള്ളവനെ, ലോകാനുഗ്രഹി, ഇതൊക്കെ വിളിക്കുന്നത്. ഇതെല്ലാം വിളിച്ചിട്ട് റബ്ബേ ഞങ്ങളുടെ കാര്യം തള്ളൂലാന്ന് നബീന റസൂലുള്ളാഹി. അത് തള്ളൂലാന്ന് പഠിപ്പിച്ചെന്ന മഹാന്റെ പേര് ഔസുല്ലാദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. കണ്ടാ ഇതാ. അപ്പോൾ ഔസുല്ലാദമിൻ്റെ ഈ പാരമ്പര്യം കാണിച്ചെന്ന റൂട്ട്, ബഹുമാനപ്പെട്ടവരുടെ ജീവിതം, അത് നമ്മളിവിടെ ഫുള്ളായിട്ട് കൂടെ പകർത്തണം. കളവ് പറയല്ല എന്നും ചൊന്നാരെ കള്ളൻ്റെ കയ്യിൽ പൊന്നു കൊടുത്തോവർ. ഈജിപ്തിലേക്ക് പോയ എന്താണ് മറ്റേ നിസാമിയ മലിക്കിൻ്റെ പേരതാണ്. അങ്ങനെ നിസാമിയ സർവകലാശാലയിലേക്കാണ് പോണേ ഇൽമു പഠിക്കാൻ. അപ്പോൾ പോകുമ്പോൾ ഇന്നത്തെ മാറ്റി ഒന്നുമല്ലല്ലോ, ദർസും പിന്നെ വീട്ടിൽ ചെലവടക്കാനൊക്കെ ആൾക്കാരൊക്കെ കിട്ടുമോ എന്നൊന്നും അറിയില്ലല്ലോ. പോകാൻ നേരത്തെ ഉമ്മ എന്ത് ചെയ്തു, വഴിക്ക് കൊള്ളക്കാർ പിടിച്ചു. അന്നൊക്കെ കാട്ടിലാ കൊള്ളക്കാർ. കച്ചവടക്കാരുടെ കൂട്ടത്തിലാണല്ലോ പറഞ്ഞയച്ചത്. അവിടെ ചെന്ന് ഈ കച്ചവടക്കാരെ എല്ലാത്തിനും അവന്മാർ പിടിച്ച് കൈകാര്യം ചെയ്തു. കൊല്ലണ്ടേനെയൊക്കെ കൊന്നു, ബന്ധിക്കേണ്ടതിനെയൊക്കെ ബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പീളച്ചെറുക്കൻ അവിടെ മൂലയ്ക്കൊക്കെയാണ്. നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഈ നേതാവ് കൊള്ളക്കാരൻ. എൻ്റെ കയ്യിൽ ഈ സ്വർണ്ണ നാണയം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എടാ ഇവൻ വല്ലാത്തവനാണല്ല. എടാ നീ ഇതിങ്ങനെ ഇതുണ്ടെന്ന് ഇത് ഞങ്ങളോട് പറഞ്ഞതിനാ. എൻ്റെ ഉമ്മ എന്നെ വീട്ടിൽ നിന്ന് പഠിക്കാൻ ഇന്ന സ്ഥലത്തേക്ക് വിട്ടതാണ്. അപ്പം എന്നോട് ഉമ്മ ഒരു കാര്യം പറഞ്ഞു, കളവ് പറയരുത് കേട്ടോ മോനെ. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാന്നേ പറയാം. എന്തെങ്കിലും എൻ്റെ കയ്യിൽ ഉണ്ടോ എന്നല്ല നിങ്ങൾ ചോദിച്ചത്. എൻ്റെ കയ്യിൽ സ്വർണ്ണ നാണയമുണ്ട്. ഇവരങ്ങടെ അടിയറ വെച്ചു. ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? മുൽക്കരും നിസാമിയ അവരുകളെ കണ്ടുമുട്ടുമ്പോൾ, നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറാണ്, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് ഞങ്ങൾ മടങ്ങാൻ തയ്യാറാണെന്നൊന്ന് പറയണേ, ഞങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാണ്. യഥാർത്ഥത്തിൽ ആ കൊള്ള സംഘം അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളുടെ പദവിയിലേക്ക് എത്തിയത് ഈ ഒരൊറ്റ മോൻ്റെ സത്യം കൊണ്ടിട്ടാണ്. അതാ മാതാവും പിതാവും ആദ്യത്തെ പിന്നെ തർബിയത്ത് തരുന്ന ദർസ മദ്രസ എന്നൊക്കെ പറയാൻ കാരണം. നമ്മുടെ മക്കളെ നമ്മളെ പഠിപ്പിക്കണ്ടേ. നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാരൊക്കെ അങ്ങനെ പറയണ്ടാവും, എടാ മോനെ നീ കഴുത്ത് കണ്ടിക്കുകയാണെങ്കിൽ നുണ പറയുന്നിട്ടാന്ന് പറയും ബാപ്പ. ഇല്ല ബാപ്പ ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫോൺ അടിക്കണേ. അത് നോക്കടാ മോനെ ആരാന്ന്. ചെയ്തോമാക്കായ ഞാൻ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു കേട്ടോ. ഹലോ മോനെ എടുത്തേക്കണത് വാപ്പ ഇവിടെ ഇല്ലല്ലോ. എന്നാ വന്നേന്ന് അറിയാൻ പാടില്ല. എന്നാ വരുമ്പോഴേ ഞാൻ ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞേരാ കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം കാക്ക, പറഞ്ഞേക്കാം. അസ്സലാമു അലൈക്കും. കാശ് കൊടുക്കാനുള്ള ആളാ ഇയാൾ. പൈസ തരുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നേ കാണണേ. കൊച്ചിനോട് വീഡിയോ വലിക്കണ കാക്കാക്ക് മോനോട് കഞ്ചാവ് വലിക്കില്ല എന്ന് പറയാൻ ഒരർഹതയില്ല എന്നായി പറഞ്ഞേ. ഒരർഹതയില്ല, നമ്മൾ മാറ്റിക്കൊള്ളണം. ഇതാ ഓസില്ലാദം പഠിപ്പിച്ചെന്നെ. ഓസില്ലാദമിൻ്റെ ജീവിതം ആ എല്ലാം. എനിക്കിപ്പോൾ കാറുണ്ട്, എന്തായാലും ഞാൻ ഇപ്പോൾ ഔലിയല്ല എന്നാണെന്നല്ല ഈ പറഞ്ഞത്. ഇവിടെ കാറിൽ എത്രയോ ഉസ്താദന്മാരുണ്ട്, ഇവിടെ എത്രയോ ആൾക്കാരുണ്ട് കാറുള്ളവർ. നിങ്ങൾക്ക് കൊട്ടാരം പോലത്തെ വീടുള്ളവർ എത്രയുണ്ട്. ഞാനിന്ന് ഷറഫുദ്ദീൻ്റെ വീട്ടിലാണ് ഭക്ഷണം കഴിക്കാൻ ചെന്നു, സിറാജിൻ്റെ വീട്ടിൽ. നല്ല മനോഹരമായ വീട്. അതിനെന്താന്ന് കുഴപ്പം? ഓസില്ലാദമിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ വേണ്ടി ഒരു മുരീദിൻ്റെ കൂട്ടത്തിൽ പോവുക ഒരാൾ. പോണ വഴിക്ക് രണ്ട് സൈഡിലും ധാരാളം തോട്ടങ്ങൾ. അപ്പോൾ ഈ പോണയാൾ ഈ തോട്ടങ്ങളൊക്കെ അതൊക്കെ ഓസില്ലാദമിൻ്റെതാണ്. ആഹാ. അത് കഴിഞ്ഞപ്പോൾ കുറേ കന്നാലി മാട് ഒട്ടകമൊക്കെ ഇതൊക്കെ ആരും. അത് കഴിഞ്ഞപ്പോൾ പ്രമുഖം കണ്ടു അവിടെ കപ്പലൊക്കെ നിറഞ്ഞ ഈ കപ്പലുകൾ മനസ്സിലത് കയറി. അവിടെ ചെന്ന് ഓസില്ലാദമിൻ്റെ അടുത്ത് നിന്ന് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി എന്നോട് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ ഇതിൽ മാറി. എങ്ങനെയാ മാറിയത്? ترى ما لا يراه الناظرون وأجنحة تطير بغير ريش إلى ملكوت رب العالمين. ഇതാണ് മഹാന്മാരുടെ പവർ. എത്ര ഔലിയാക്കന്മാരൊക്കെ നമ്മുടെ ഒക്കെ ചുറ്റുമുട്ടത്തൊക്കെ ഉണ്ട്. അബ്ദുൽ റസാഖ് മസ്താനൊക്കെ ചെറിയ ആളാണെന്ന് ഉദ്ദേശിച്ചാണ്. ചേലക്കുളം ഉസ്താദിന് നേരിട്ട് അനുഭവം ഉണ്ടായി. ഉസ്താദിന് കാഞ്ഞിരപ്പള്ളി റിസോർട്ടിൽ കൊണ്ടിപ്പോൾ മൂപ്പരൊരു പരിവാര സമേതം ഇങ്ങനെ അവിടെ പോവാണ്. എന്നോട് നേരിട്ട് പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ വാങ്ങ് വിളിച്ചു.
അങ്ങോട്ട് നിന്ന് ശ്രദ്ധിക്കില്ല. അപ്പോൾ ചേലക്കുളത്തിൻ്റെ മനസ്സിലിങ്ങനെ വന്നു ഉസ്താദിന്, അള്ളാഹു നമ്മുടെ സുന്നത്തെ മാത്തിൻ്റെ ഉലമാക്കൾ മൗത്തായി പോയവർക്കൊക്കെ അള്ളാഹുവെ നീ ദർജകൾ ഉയർത്തിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നതുണ്ട്. ഹയാത്തിലുള്ള മഹത്തുക്കളായ ഉലമാക്കൊക്കെ റബ്ബെ ആഫിയത്തോടെ ദീർഘായുസ്സ് കൊടുക്കണ റഹ്മാനെ. ഈ മൂപ്പരിങ്ങനെ ആൾക്കാരുടെ കൂടെ ഇങ്ങനെ പോകേണ്ട നിൽക്കിരിക്കാനൊന്നും മന്നില്ലോ എന്ന് മനസ്സിലൊരു തോന്നുന്നത്. ആ തോന്നിയ ആ മിനിറ്റിൽ ആ നടന്നയാൾ വട്ടം കൂടി ഇരുന്നു. നേരം എവിടെ ദർശനം ചെയ്തിരിക്കാനായിരുന്നു നോക്കണ്ടെന്നു. അപ്പുറത്തിരിക്കണ മാടവന മോശക്കാരനാണ്. പൂക്കോയ തങ്ങൾ ഗേറ്റിങ്ങിൽ ചെന്ന് സ്വീകരിച്ച ഒരേ ഒരു മനുഷ്യനുണ്ടെങ്കിൽ മാടവന പൂക്കർ മുസ്ലിയാരാണ്. അള്ളാഹു അവരൊക്കെ ദർജ ഉയർത്തി കൊടുത്ത് അനുഗ്രഹിക്കുമ്പോൾ. ഞാൻ ചോദിക്കട്ടെ, ഈ നല്ലതൊക്കെ പോയാൽ പിന്നെ പകരം വെക്കാനില്ല എന്ന് പറഞ്ഞ് പിന്നീട് ഓർമ്മ ഉണ്ടായോ? അതാകുമ്പോൾ ഞാൻ പിടിക്കണില്ല കേട്ടോ, ഞാൻ അത് സംസാരിക്കുന്നില്ല. അള്ളാഹു നല്ല മഹത്തുക്കളോടൊപ്പം ഇണങ്ങി നിന്ന് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കും. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നത്, അവിടെ അങ്ങോട്ട് ചെന്ന് സലാം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞേ, എടോ ഈ ദുനിയാവെന്ന് പറഞ്ഞൊരു കടലാ, ഈ കടലിൽ കൂടെ സഞ്ചരിക്കുന്ന കപ്പലാടാ മനുഷ്യൻ. കപ്പലിന് സഞ്ചരിക്കണമെങ്കിൽ വെള്ളം വേണം, കടലിൽ വെള്ളം ഇല്ലെങ്കിൽ കപ്പൽ ഓടുവോ? പക്ഷേ കപ്പലിനകത്ത് വെള്ളം കയറാൻ പാടില്ല. ഇവിടെയാണ് വിഷയം. ഇവിടെ വിഷയം ദുനിയാവിൽ മനുഷ്യൻ ജീവിക്കണമെങ്കിൽ മനുഷ്യന് സമ്പത്ത് ആവശ്യമുണ്ട്. പക്ഷേ സമ്പത്ത് കൽബി കയറരുത്. ഓടി വന്നു ഒരു ദിവസം മുരീദ്, നമ്മുടെ കപ്പൽ മുങ്ങി എന്ന് പറഞ്ഞു. ഇങ്ങനെ നോക്കി ഹൃദയ നോക്കിയതിന്റെ ശേഷം അൽഹംദുലില്ലാഹ്. കുറച്ച് കഴിഞ്ഞപ്പോ ഇയാൾ, ബഹുമാനപ്പെട്ടവരെ, നമ്മുടെ കപ്പലല്ല മുങ്ങിയത്, നമ്മുടെ കപ്പൽ വരുന്ന അടുത്ത ചാലിലൂടെ മറ്റൊരു കപ്പൽ വന്നിരുന്നു, ആ കപ്പലാണ് മുങ്ങിപ്പോയത്. നോക്കിത്തരോ അൽഹംദുലില്ലാഹ്. അപ്പൊ ശിഷ്യനോട് വിട്ടു, അല്ല മുങ്ങി എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു അൽഹംദുലില്ലാഹ്, മുങ്ങിയില്ല എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ്. അതെ, മുങ്ങി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിന് വല്ല വേദനയും ഉണ്ടായോ? അതാ ഞാൻ ശ്രദ്ധിച്ചത്. ഒരു വിഷമം ഉണ്ടായില്ല, അൽഹംദുലില്ലാഹ്. മുങ്ങിയില്ല എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം ഉണ്ടായോ? ഒരു സന്തോഷം ഉണ്ടായില്ല. അതാണ് പെങ്ങന്മാരൊക്കെ ശ്രദ്ധിച്ചു. ഇതൊക്കെ നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിതത്തിലും. ശരിത്തങ്ങളും ഞാനുമായിട്ട് കേട്ട് വലിയ ബന്ധമുണ്ടായി, കുടുംബമേതം പോവായിരുന്നു. ഒരിക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടുകാരോട് പറഞ്ഞു, നീ ഹസ്ബി റബ്ബി ദിവസം 100 പ്രാവശ്യം പതിവാക്കിക്കൊള്ളും. അതൊക്കെ ഇങ്ങനെ കിട്ടിയ വലിയ നിധിയാ. അവരോടൊപ്പം നാളെ കൂടാൻ അല്ലാഹ് ഞങ്ങൾക്കൊക്കെ ഭാഗ്യം തരണേ തമ്പുരാനെ. പെങ്ങന്മാരെ, നിങ്ങളുടെയൊക്കെ മക്കളിലൊക്കെ ഇത് വരട്ടെ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്, ജല്ല ജലാലായ റബ്ബേ കാര്യങ്ങൾക്ക് നീ മതി അല്ലാഹ്. എങ്ങനെയുണ്ട്? മഹാന്മാരുടെ ലക്ഷണമായിട്ട് ഖുർആൻ എടുത്ത് പറയുന്നത് ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ. എന്റെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാൻ അല്ലാഹ് നീ എനിക്ക് മതി റബ്ബേ. മാഫി ഖൽബി ഗൈറുല്ലാഹ്, എന്റെ ഹൃദയത്തിൽ നീയല്ല ഒന്നുമില്ല റബ്ബേ. ഇത് നിങ്ങളെ നന്നാക്കാൻ വേണ്ടി ഞാൻ നിസ്കരിക്കാൻ കയ്യം കൊടുത്ത് എൻ്റെ ഹൃദയത്തിന്റെ അവസ്ഥ പറ, അത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഒരു പള്ളി ചെന്നിട്ട് ഇമാമിന്റെ മറിയിൽ കയ്യെ കൂടിയിട്ട് ഇച്ചിരി കഴിഞ്ഞു നിന്റെ പശു കയ്യഴിച്ചോണ്ട് പോയി. ഇമാവ് കയ്യെട്ടിട്ടില്ല, പശുവിനെ പറ്റി ആലോചിച്ചു പോയി. മഹാമാര് ഈ കണക്കിന് നമ്മുടെ പുറകിൽ നിൽക്കിരിക്കാൻ, എൻ്റെ പുറകിൽ, നിങ്ങളുടെ കാര്യമല്ലേ പറഞ്ഞു, എൻ്റെ പുറയിലൊരു മനുഷ്യനക്ക് കൈയെട്ടാൻ പറ്റുമോ? നമ്മുടെയൊക്കെ ഹൃദയം എവിടെ എത്തിയെന്നാ ചോദിക്കണേ. പരാജയം അവിടെയാണ്. ഹൃദയത്തിൽ അല്ലാഹുവേ നീയല്ലാതെ മറ്റൊന്നുമില്ല റബ്ബേ. ദേ കൊടുത്തു അടുത്ത തട്ട്, നൂറു മുഹമ്മദ് സല്ലല്ലാഹ്. സലാത്തില്ലാണ്ട് രക്ഷയില്ല. അള്ളാഹിന്റെ നൂറ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചതാണ്. ആ നബി തങ്ങൾക്ക് നീ ഗുണം ചെയ്യണേ റബ്ബേ. അവസാനം ലാസ്റ്റ് സീലും ചെയ്തു, ബിഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊക്കെയാണ് മഹാന്മാരുടെ ശൈലി. അപ്പൊ ആ ശൈലിയുള്ള മഹാന്മാർ നമുക്ക് കാണിച്ചു തന്ന ഈ റാത്തീബ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇടയിൽ നിന്നൊക്കെ അങ്ങോട്ട് പോയിപ്പോ റാത്തീബൊക്കെ ഷിർക്കായി. ഇങ്ങനെ ഷിർക്കാക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ സമുദായം നേരിടേണ്ട വിപത്തിനെ പറ്റിയാണ് തങ്ങളൊരു സൂചന എന്നത്. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. പക്ഷെ ഓതി ഹദീസ് അർത്ഥം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ അർത്ഥം പറഞ്ഞുകൊണ്ടിട്ട് വിരമിക്കുകയാണ്. കാലഘട്ടം മോശത്തിലേക്ക് എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഹബീബിനെ നിന്ദിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ ധാരാളം ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല ഹദീസുള്ളൂ. ബിദ്അത്ത് ലോകത്ത് വളർന്നാൽ സമുദായത്തിന് വരാനിരിക്കുന്ന വിപത്തിനെ പറ്റി എണ്ണി നബി തങ്ങൾ പറഞ്ഞ ധാരാളം ഹദീസുകളുണ്ട്. യതഖാറബു സമാ എന്നുള്ള ഹദീസ് എടുത്ത് നോക്കി.
നേർക്ക് നേരെ അതിനകത്തും ബിദ്അത്തിന്റെ ഫിത്നയെ സംബന്ധിച്ചാണ് പറയുന്നത്. ബിദ്അത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന മുത്താലിമികളോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രസ്ഥാനത്തിൽ നിന്നും ഈ സമുദായത്തിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു എളുപ്പത്തിലുള്ള ഒരു പോയിന്റ് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. എന്താ പോയിന്റ്? ഈ ബിദ്അ പ്രസ്ഥാനക്കാർ പറയുന്ന കാര്യങ്ങളിലേക്ക് സമുദായം വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരൊറ്റ വേലി കൊണ്ടിട്ട് നമുക്ക് അവരെ പിടിച്ചെട്ടാൻ പറ്റും. അത് വിശദീകരിക്കണമെങ്കിൽ ടൈം വേണം, പക്ഷെ ഞാൻ എൻ്റെ പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതായത് ഇന്നത്തെ സമൂഹത്തിൽപ്പെട്ട ഈ ബിദ്അ പ്രസ്ഥാനക്കാർ ചോദിക്കുന്ന ഒരു പോയിന്റ് ഇതാണ്: നമ്മുടെ കയ്യിൽ ഖുർആനുണ്ട്, ഹദീസുണ്ട്, പിന്നെ എന്തിനാണ് മദ്ഹബ്? ഇതാ ചോദ്യം. ഞാനിവിടുത്തെ കുട്ടികൾക്ക് മുത്താലിമുകൾക്ക് വേണ്ടി ഇത് പറയുന്നത്. അവരത് വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഉപയോഗപ്പെടുത്തിക്കോളും. ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നമ്മുടെ കയ്യിൽ ഖുർആനുണ്ട്, ഹദീസുണ്ട്, പിന്നെ എന്തിനാണ് മദ്ഹബ്? ഇസ്ലാമിൽ നിന്ന് വെളിയിൽ പോകും എന്ന് സമുദായത്തെ നമ്മൾ പഠിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ ഖുർആൻ നമുക്ക് ജീവിതത്തിന്റെ അടിസ്ഥാന രേഖയായിട്ട് അല്ലാഹു തആല തന്നതാണ്. ആ ഖുർആൻ നബിത്തങ്ങളുടെ സഹാബാക്കൾക്ക് ഓതി അങ്ങോട്ട് കേട്ടാൽ അപ്പം തന്നെ അവർ മനപ്പാടാക്കി. അതാണ് ഖൈറുക്കും കർണീന്ന് നബിത്തങ്ങൾ പറഞ്ഞത്. എൻ്റെ സമുദായം ഏറ്റവും ഉത്തമമായ സമൂഹമാണ്, സഹാബത്ത്. സമുദായത്തിൽ ഏറ്റവും ഉത്തമമായ ഒരു സഹാബത്താണ്. അവരുടെ പവറിതാണ്, കേട്ടാൽ അപ്പം തന്നെ കാണാപ്പാടാവും. ഇങ്ങനെയുള്ള സഹാബാക്കളിൽ ഹാഫിളീങ്ങൾ ധാരാളമായി. നബിത്തങ്ങൾ വഫാത്തായി. ഒരൊറ്റ യുദ്ധത്തിന് മാത്രം 60 ഹാഫിളീങ്ങൾ ഷഹീദായി. ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ റളിയല്ലാഹുവിന് ചിന്ത വന്നു, റബ്ബേ, ഹാഫിളീങ്ങൾ അങ്ങോട്ട് തീർന്നു പോയാൽ ശേഷം വരുന്ന ഹാഫിളീങ്ങളിലേക്ക് ഖുർആൻ ഹൃദയത്തിൽ നിന്നും അങ്ങോട്ട് ഹൃദയത്തിലേക്ക് നീക്കപ്പെട്ടാൽ എവിടെയെങ്കിലും വല്ല ഹർഫിനോ പുള്ളിക്കോ വ്യത്യാസം വന്നാലോ ഇത് രേഖപ്പെടുത്തണം. ഉമർ റളിയല്ലാഹു സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അടുക്കൽ ഈ പോയിന്റ് വെക്കുന്നു. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ആദ്യം നിരസിച്ചെങ്കിലും ഉമർ റളിയല്ലാഹുവിന്റെ ഒരു ശക്തമായ ഇടപെടൽ കൊണ്ട് അതിനെ അംഗീകരിക്കുന്നു. ഹാഫിളി ഇതാ ഈ പറയണമെന്ന ചെറിയ കാര്യങ്ങളല്ല, മുത്താലിമികൾക്ക് വേണ്ടി ഞാൻ സ്പീഡിൽ വിട്ടുപോവുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്താകുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടം വരുന്നു. ഈ പ്രവർത്തനം തുടരുന്നു. ഏത്? ഖുർആൻ റെക്കോർഡാക്കുന്ന പ്രവർത്തനം. ഉമർ റളിയല്ലാഹു ഷഹീദായി. പ്രവർത്തനം പൂർണ്ണമായില്ല. ഉസ്മാൻ തങ്ങളുടെ ഖിലാഫത്ത് വരുന്നു. ഖുർആൻ പൂർണ്ണമായും പലകകളിലും തോലുകളിലും ഓലകളിലും എല്ലാം എഴുതി പൂർണ്ണമാക്കി. അതൊരു ഗ്രന്ഥരൂപത്തിൽ രൂപപ്പെടുത്തി സമുദായത്തിന് സമർപ്പിച്ചു ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ദുൻ നൂറൈൻ. നമ്മുടെ പള്ളിയിലും നമ്മുടെ മിഹ്റാബിലും ഒക്കെ ഇരിക്കുന്ന ഖുർആൻ നബിയുടെ കാലത്തുള്ളതാണോ എന്ന് ബിദ്അത്തുകാരനോട് തിരിച്ചു ചോദിക്കണം. അല്ല, അത് ഉസ്മാൻ തങ്ങൾ തന്നതാണ്. ഉസ്മാൻ തങ്ങൾ ഉണ്ടാക്കി തന്നത് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അലൈക്കും ബി സുന്നത്തി വ സുന്നത്തി ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. എൻ്റെ ചര്യകളെയും എൻ്റെ ശേഷം വരുന്ന ഖുലഫാക്കളുടെ ചര്യകളെയും നിങ്ങൾ സ്വീകരിക്കുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉസ്മാൻ തങ്ങൾ തന്ന ഖുർആൻ നമുക്ക് അംഗീകാരമാണ്. അങ്ങനെ ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് നബിത്തങ്ങൾ അല്ലാഹു തആല അയച്ച വ്യക്തിയുടെ പേരാണ് അഷ്റഫുൽ ഖൽഖ് നബീന റസൂലുള്ളാഹി. മുത്തല്ലിമിയുടെ ശ്രദ്ധയോടെ കേട്ടോളണം. പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ അറിയില്ല. ഇത് വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുക്കേണ്ട പോയിന്റുകളാണ്. നിനക്ക് ഖുർആൻ അനുസരിച്ച് നിസ്കരിക്കാമെന്ന് ചോദിക്കണം, പറ്റൂല. ഖുർആൻ അനുസരിച്ച് മയ്യത്ത് പരിപാലനം ചെയ്തവരാവും, പറ്റൂല. ഖുർആൻ അനുസരിച്ച് ഒന്ന് ഹജ്ജ് ചെയ്യാവും, ഒന്നും പറ്റൂല. പിന്നെ ഇതെല്ലാം ചെയ്ത് കാണിക്കാൻ അള്ളാഹു പറഞ്ഞയച്ച വ്യക്തിയാണ് അഷ്റഫുൽ ഖൽഖ് നബീന റസൂലുള്ളാഹി. തങ്ങൾ ഓരോന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത സഹാബാക്കളോട് സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കണമെന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾ നിസ്കരിച്ചോ. ഖുദ് അന്നി മനാസിക്കക്കും, ഞാനിത് ഹജ്ജിന് ഇറങ്ങാൻ പോവുകയാണ്, എങ്ങനെയാ ചെയ്യണമെന്ന് നോക്കി ചെയ്തോ. എല്ലാം തങ്ങൾ കാണിച്ചു. ഇതാര് പകർത്തി? സഹാബാക്കൾ പകർത്തി. തങ്ങൾ വഫാത്തായി. നബിത്തങ്ങളുടെ ഇബാദത്ത് സഹാബാക്കളിൽ കൂടി ഇങ്ങോട്ട് പോരുകയാണ്. തങ്ങളുടെ നിസ്കാരം, തങ്ങളുടെ ഹജ്ജ്, തങ്ങളുടെ നോമ്പ്, മയ്യത്ത് പരിപാലനം, ഇതെല്ലാം സഹാബാക്കൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പഠിച്ചവനെ ഇത് തലമുറകൾ കൈമാറി ഇങ്ങനെ വരുമ്പോൾ അള്ളാന്റെ റസൂലിന്റെ ഇബാദത്തിനകത്ത് വല്ല വ്യത്യാസങ്ങളും വന്നാലോ? വരാൻ പാടില്ല. അതുകൊണ്ട് തങ്ങളുടെ ഇബാദത്തുകൾ മൊത്തം രേഖപ്പെടുത്തണമെന്നുള്ള ചിന്ത ഈ ലോകത്ത് ആദ്യമായി അള്ളാഹു ഉദിപ്പിച്ച മനസ്സിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. അങ്ങനെ ഹനഫി ഇമാമ് സഹാബാക്കളെ കണ്ടു, താബീങ്ങളെ കണ്ടു. തങ്ങൾ നിസ്കരിച്ചത്, തങ്ങൾ മയ്യത്ത് പരിപാലിച്ചത്, തങ്ങൾ ഒളു എടുത്തത് എല്ലാം രേഖപ്പെടുത്തി. അങ്ങനെ രേഖപ്പെടുത്തിയതിന്റെ പേരാണ് ഹനഫി മദ്ഹബ്. അങ്ങനെ ലോകം അംഗീകരിക്കുന്ന 4 ആളുകൾ രേഖപ്പെടുത്തി. അവരുടെ ബാക്കി 3 പേരുടെ പേരാണ് ഷാഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, മാലിക്കി മദ്ഹബ്. ഇതെവിടെ നിന്ന് കിട്ടി? സഹാബാക്കളും താബീങ്ങളും നബിത്തങ്ങളുടെ ഇബാദത്ത് ചെയ്തത് ഇവർ പകർത്തി രേഖപ്പെടുത്തിയതാണ്. ഇപ്പൊ നമുക്ക് എത്ര രേഖ കിട്ടി? മുത്താലിമീങ്ങൾക്ക് വേണ്ടി പറയുന്നത്. ഇപ്പൊ നമ്മുടെ അടുത്ത് എത്ര രേഖ കിട്ടി? ഖുർആൻ നമുക്ക് രേഖയായിട്ട് കിട്ടി. അത് ആര് തന്നു? ഖുലഫാഉർ റാഷിദീങ്ങൾ തന്നു.
നബിത്തങ്ങളുടെ ഇബാദത്ത് നമുക്ക് രേഖയായിട്ട് കിട്ടി. അതെവിടെ നിന്ന് കിട്ടി? മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ നിന്ന് കിട്ടി. ഈ മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ നിന്ന് കിട്ടിയ ഇബാദത്ത് കൊണ്ടിട്ടല്ലാതെ ലോകത്തൊരാൾക്ക് ഇസ്ലാമിന്റെ ഏതെങ്കിലും അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ തിരിച്ചു ചോദിക്കണം. ഞങ്ങൾ ബുഹാരിയിലുണ്ടെങ്കിൽ അംഗീകരിക്കുക. സമുദായത്തിനെ പൊട്ടനാക്കുകയാണ് ഈ വർഗം. സമുദായത്തിനെ വഞ്ചിച്ചുകൊണ്ട് ബിദ്അത്തിലേക്ക് ആളെ കൂട്ടുകയാണ് ഈ വർഗം. ഞങ്ങൾ ബുഹാരിയിലുണ്ടെങ്കിൽ അംഗീകരിക്കാം. ബുഹാരി എവിടെ കിടക്കണം? നിങ്ങൾ പറ. ബഹുമാനപ്പെട്ട ഇരിക്കുന്ന മഹാന്മാരായ ഉലമാക്കളല്ലേ ഈ സ്റ്റേജിൽ സദസ്സിലിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാമുൽ-ആദം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനനം എന്താണ്? ഹിജറ എന്ന് പറഞ്ഞാൽ നബിത്തങ്ങൾ വഫാത്തായതിന്റെ 70ാമത്തെ കൊല്ലം. അതാ ഹിജറ 80ാം കൊല്ലം എന്ന് പറയുന്നത്. നബിത്തങ്ങൾ വഫാത്തായതിന്റെ 70ാമത്തെ കൊല്ലം ജനിച്ച ആളാണ് അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു. അതേ സ്ഥാനത്ത് ബുഖാരി ഇമാം എന്നാ ജനിച്ചത്? പറ. ബുഖാരി ഇമാം ജനിച്ചത് ഹിജറ 194 എന്ന് പറഞ്ഞാൽ നബിത്തങ്ങൾ വഫാത്തായതിന്റെ 2 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് ബുഖാരി ഇമാം കടലാസമേനെടുത്തത്. ഇവിടെ വിദ്യാർത്ഥികൾ പറയുന്നു ഞങ്ങൾ ബുഖാരിലുണ്ടെങ്കിൽ അംഗീകരിക്കാം, ഞങ്ങൾക്ക് ഫത്തുൽ മുഈനൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥം വേണ്ട, ഹനഫി മദ്ഹബിന്റെ ഗ്രന്ഥം വേണ്ട. ഇത് പറയുന്നവൻ ഇസ്ലാമിൽ നിൽക്കുമോ എന്നുള്ളത് മുത്തല്ലിമുകൾ ശ്രദ്ധിച്ചിട്ട് സമുദായത്തിന് പറഞ്ഞു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നബിത്തങ്ങൾ ജീവിച്ച ജീവിതം ഞങ്ങൾക്ക് വേണ്ട എന്നല്ല ഈ പറയുന്നത്. ബുഖാരിയിലുണ്ടെങ്കിൽ അംഗീകരിക്കുന്ന ബുഖാരി എന്താണ് ചെയ്തത്? ബുഖാരി ഇമാം റളിയല്ലാഹു തആല എന്ത് ചെയ്തു? ഇവിടെ ഇരിക്കുന്ന സീനിയർ മുത്തല്ലിമുകളുണ്ടല്ലോ, അവർക്കൊക്കെ അറിയാലോ. ബുഖാരി ഇമാം എന്ന് പറഞ്ഞാൽ ഒരു ഹദീസ് തങ്ങളുടെ ശ്രദ്ധയിലേക്ക് കിട്ടിയാൽ ഇതാര് പറഞ്ഞതാണ്, അയാൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്, ഇങ്ങനെ നേരെ കൊണ്ട് നബിത്തങ്ങളിലേക്ക് മുട്ടിക്കുന്ന സനദ് റെക്കോർഡാക്കിയ മഹാന്റെ പേരാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അൻഹു തങ്ങൾ. അതാണ് ബുഖാരിയുടെ പവർ. അതിനകത്ത് ലൈഫായ ഹദീസൊന്നും ഉണ്ടാവില്ല. നേർക്ക് നേരെ അതിൻ്റെ നമുക്ക് ഹദീസും കൊണ്ട് തന്ന ആളുകളുടെ എല്ലാം കറക്റ്റായിട്ടുള്ള രേഖകളുണ്ടാവും. അതാണ് ബുഖാരിയുടെ പവർ. പക്ഷെ ആ പവറല്ല മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾക്കുള്ളത്. ഈ കഴിഞ്ഞ തവണ എൻ്റെ മോൻ ഉംറക്കാരെ കൊണ്ട് പോയപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തുള്ള ലൈബ്രറിയിൽ മോളിൽ കയറി. ഇതൊക്കെ ഞാൻ ഇഷ്ടം പോലെ ആൾക്ക് കാണിച്ചു കൊടുത്തേക്കുന്നതാണ്. മദ്ഹബ് ഇമാം അബൂ ഹനീഫ ബോർഡ് വെച്ചിരിക്കുകയാണ്. ആ ബോർഡിന്റെ പരിസരത്ത് 100 കണക്കിന് കിതാബുകൾ. തൊട്ടപ്പുറത്തെ മദ്ഹബ് ഇമാം ഷാഫി 100 കണക്കിന് കിതാബുകൾ. മോനിത് ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. എൻ്റെ ഈ പോക്കറ്റുകളുടെ ഫോണിനകത്തുണ്ട് ഈ ഫോട്ടോ ഒക്കെ. 4 മദ്ഹബിന്റെ ഇമാമികളുടെ പേരിങ്ങനെ കൊത്തി വെച്ചിട്ട് കിതാബുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. മദീന മുനവ്വറയിലെ മസ്ജിദ് നബവിയിൽ സൗദി ഗവൺമെന്റിന്റെ കയ്യിൽ തീപ്പെട്ടിയില്ലേ, പെട്രോളില്ലേ, ഇതെല്ലാം എടുത്ത് കത്തിച്ചു കളയാൻ. ഇതെല്ലാം കത്തിച്ചു കളഞ്ഞാൽ ലോകത്ത് നബിത്തങ്ങളുടെ ഇബാദത്ത് കിട്ടാൻ ഒരു വഴിയുമില്ല. സഹീഹ് ബുഖാരി നോക്കി നിനക്ക് ഇബാദത്ത് എടുക്കാൻ പറ്റൂല. ഇനി ബുഖാരിയിൽ നോക്കി ഇബാദത്ത് എടുക്കാൻ കഴിയുമെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ ഇവിടെ ഉണ്ട്. ബുഖാരി 4003-ാമത്തെ ഹദീസ്, 4003-ാമത്തെ ഹദീസ് എടുത്ത് നോക്കിയാൽ കള്ളു കുടിക്കാൻ അതിനകത്ത് തെളിവുണ്ട്, പെണ്ണ് പിടിക്കാൻ അതിനകത്ത് തെളിവുണ്ട്, വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ കാളേനെ ഇറക്കണ്ട, അതിൻ്റെ ഒരു ഭാഗം ഇറച്ചിയും കണ്ടിച്ചാൽ മതി എന്നുള്ളതിന് തെളിവുണ്ട്. സഹീഹ് ബുഖാരി. വേറെ ഇഷ്ടം പോലെ ഞാൻ എടുത്തു പറഞ്ഞുതരാം, ഞാൻ ഓതിയിട്ടില്ലെങ്കിലും ഇഷ്ടം പോലെ എടുത്തു തരാം. പക്ഷേ ഞാൻ കുട്ടികൾക്കൊരു സൂചന മാത്രമേ തന്നുള്ളൂ. ഇതെന്താണ് ഈ സംഭവം? അലിയാർ ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഓടി അങ്ങോട്ട് വന്നിട്ട് പറയാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാത്തൊരു സംഭവം കണ്ടു മുത്തുനബിയെ. എന്താണ്? ഞാൻ ഒട്ടകത്തിന് തീറ്റാൻ വിട്ടു. കുറെ കഴിഞ്ഞാൽ നിങ്ങൾപ്പോൾ ഒട്ടകം ചോര പൂഞ്ഞ കാണാനില്ല. അവിടെ കളിക്കുന്ന കുട്ടികളോട് ആരാടാ പണി? ഷെഡിനകത്ത് ഞാൻ നോക്കുമ്പോ അതിനകത്ത് ഒരാൾ പെണ്ണെ കെട്ടിപ്പിടിച്ചോണ്ട് ഉള്ളുകയാണ്. ഇതാരാ? ഇത് നിസ്സാരക്കാരനല്ല. ഈ ഒട്ടകത്തിന് പൂഞ്ഞ കണ്ടിച്ച വ്യക്തിയുടെ പേരാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ശുഹദാ എന്ന് സമൂഹം അംഗീകരിക്കുന്ന ആദരിക്കുന്ന സയ്യിദ്. ഒട്ടകത്തിന്റെ ഷെഡിനകത്ത് എന്നിട്ട് പെണ്ണുമായിട്ട് നൃത്തം ചെയ്യുന്നത് സാധാരണ നാടകക്കായല്ല. സയ്യിദ് ശുഹദാ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ചാടിയും കഴിഞ്ഞേറ്റു എന്ന് ഹദീസിനകത്ത് പറയാ കാണാം. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ അടുത്തിരിപ്പുണ്ട്. അദ്ദേഹം ചാടി എഴുന്നേറ്റു. തങ്ങൾ മുന്നാലെ, 2 സഹാബാക്കളും പിന്നാലെ ഓടി ഷെഡിലേക്ക്. എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ കണ്ണൊക്കെ ചൊവ്വചകാന്നിരിക്കുകയാണ്. നബി തങ്ങൾ നോക്കിയിട്ട് നേരെ തിരിച്ചും കൊണ്ട് പോകുന്നു. സഹീഹ് ബുഖാരി പറഞ്ഞേ ഹദീസിന്റെ ഇബാറത്തൊക്കെ ഉസ്താദന്മാരോട് ചോദിച്ചു മനസ്സിലാക്കിക്കോ. എന്താ അവിടെ സംഭവിച്ചത്? ഈ മനുഷ്യൻ കള്ളം കുടിച്ചു. വെള്ളം കുടിച്ചപ്പോ ലെവലങ്ങ് പോയി. ഒട്ടകത്തിന്റെ പൂഞ്ഞങ്ങ് കണ്ടിച്ചു. ഒരു വേശ്യ വൃത്തികെട്ട പെണ്ണുമായിട്ട് കെട്ടിപ്പുണർന്നു. ഇതിനൊന്നും ഒരു തെറ്റുമില്ല. അന്ന് ലഹരി കള്ള് നിരോധിച്ചിട്ടില്ല.
ഇത് മനസ്സിലാക്കണമെങ്കിൽ മദ്ഹബിന്റെ ഗ്രന്ഥത്തിലേക്ക് നോക്കണം. ബുഖാരിൽ നോക്കിയാൽ പറ്റൂല. അന്ന് ലഹരി നിരോധിച്ചിട്ടില്ല. വലാ തഖറബു സ്വലാത്ത വഅന്തും സുക്കാറ. അലിയരങ്ങൾ നിസ്കരിക്കാൻ ഇമാമായിട്ട് നിന്നു. സൂറത്തുൽ കാഫിറൂൻ ഓതിട്ട് തീരണില്ല, പുഴുക്കളക്കണാതിരി. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂൻ കിടന്ന് കറങ്ങിയാണ്. അപ്പ വന്നു മുഖറബായ മലക്ക് ജിബ്രീൽ. വലാ തഖറബു സ്വലാത്ത വഅന്തും സുക്കാറ. നിസ്കരിക്കാൻ വരുമ്പോൾ കള്ളു കുടിക്കരുത്. അപ്പൊ ഇശാസ്കാരം കഴിഞ്ഞിട്ട് നന്നായിട്ട് കുടിച്ചാൽ സുബിയാകുമ്പോഴത്തേക്ക് മത്തിറങ്ങും. കുടിച്ചു സഹാബാക്കള്. ഇശ കഴിഞ്ഞിട്ട് കുടിച്ചു, സുബീകരിച്ചോണ്ട് കുടിച്ചു. ആ കുടി പിന്നെ നിർത്തിയതപ്പോഴാ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് എന്നുള്ള ആയത്തങ്ങട് ഇറങ്ങിയപ്പോൾ കള്ള് മൊത്തം മദീനയുടെ തെരുവീതിലൂടെ ഒഴുകി. ഇതെല്ലാം ഈ സംഭവത്തിന്റെ മുമ്പാ. അപ്പൊ ബുഖാരിലും ചെയ്യാന്ന് പറഞ്ഞാൽ ബുഖാരിയിലെ ഹദീസ് എന്താന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ബുഖാരി അല്ല നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന രേഖയായിട്ട് തരുന്നത് പരിശുദ്ധ ഖുർആനും മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളുമാണ്. ഈ മദ്ഹബ് എന്തിനെന്ന് ചോദിക്കുന്നവൻ ഇസ്ലാമിൽ നിൽക്കാൻ അവൻ അർഹതയുണ്ടോ? മുത്താലിമീങ്ങൾ ഉലമാക്കളായിട്ട് രംഗത്ത് വരുമ്പോൾ ഇത് സമുദായത്തിനെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾ സമുദായത്തിൽ നിന്നും പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇനി അവർ പറയാണ് ഞങ്ങൾ മദ്ഹബ് അംഗീകരിക്കും. അങ്ങനെ ഇപ്പോൾ പുതിയ തന്ത്രം, ഞങ്ങൾ മദ്ഹബ് അംഗീകരിക്കുന്നുണ്ട്. എടാ എന്നാ മദ്ഹബ് അംഗീകരിക്കേണ്ടെങ്കിൽ ഏത് മദ്ഹബിലാണോ തറാവി എട്ടുള്ളത് പൊട്ടി. ഏത് മദ്ഹബിലാണ് തറാവി എട്ടുള്ളത്? ഒന്നിലുമില്ല. ഏത് മദ്ഹബിലാണ് സ്ത്രീകൾക്ക് ജുമാ ജമാഅത്ത് നിർബന്ധമുണ്ട്? ഒന്നിലുമില്ല. ഏത് മദ്ഹബിലാണ് ജുമയുടെ ഖുത്ബ അറബി അല്ലാത്ത ഭാഷയിലോ? ഒരു മദ്ഹബിലും ഇല്ല. അപ്പൊ 4 മദ്ഹബ് എന്തിനാടോ? അങ്ങനെയുണ്ട്. അസ്സഹാബി കന്നുജൂം മനഖതദൈതും മിഖ്തദൈതും. എൻ്റെ സഹാബാക്കൾ നക്ഷത്രങ്ങളാണ്, അതിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നേരെ സ്വർഗത്തിലേക്കാണെന്ന് നബീന റസൂലുള്ളാഹി. 4 മദ്ഹബ് എന്തിനാണ്? ഏതെങ്കിലും ഒരു മദ്ഹബല്ലേ പറ്റുള്ളൂ? 4 മദ്ഹബ് ഉണ്ടല്ലോ. ഇവിടെ നിന്ന് ഒരാൾക്ക് തിരുവനന്തപുരത്തേക്ക് പോകണം. ഈ റോട്ടിൽ കയറിയിട്ട് പറഞ്ഞു NH കൂടെ കയറിയിട്ട് നേരെ അങ്ങ് പോക്കോ, സൂപ്പർ ഫാസ്റ്റിൽ കയറിയാൽ മതി. വേറൊരാൾ പറഞ്ഞു NH ഒക്കെ അവിടെ അരൂരൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പുറത്തേക്ക് നിങ്ങൾ MC റോഡ് ഉണ്ടായില്ല, അങ്ങ് പോയാൽ നേരെ തിരുവനന്തപുരത്തേക്ക് പോവാം. വേറൊരാൾ പറഞ്ഞു ആലുവയിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അവിടെ ചെന്ന് ട്രെയിനെ കയറിയാൽ നേരെ തിരുവനന്തപുരത്തല്ല. വേറൊരാൾ പറഞ്ഞു നെടുമ്പാശ്ശേരിയിലേക്ക് എന്നാൽ നേരെ ഫ്ലൈറ്റിനെ കൂടി കയറിയാൽ നേരെ തിരുവനന്തപുരത്ത് ഇറങ്ങാം. 4 പേരും പറഞ്ഞതിന് വല്ല കുഴപ്പമുണ്ടോ? ഇതാണ് 4 മദ്ഹബ്. ഒരു മദ്ഹബും തമ്മിൽ അങ്ങോട്ടും കൂടി ഏറ്റുമുട്ടലല്ല. ഷാഫി ഇമാം പറഞ്ഞു, ഞാൻ ചെന്ന് ചോദിച്ചവർ പറഞ്ഞു തങ്ങള് സുബീക്കാ കുനൂത്ത് ഓതിയത്, വേറെ പിന്നെ വിത്തറിനകത്ത് കുനൂത്ത് ഓതിയില്ല. വിത്തറിനകത്തിന് വിത്തങ്ങൾ ഓതിയത് റമദാനിന്റെ അവസാനം ഷാഫി ഇമാം രേഖപ്പെടുത്തി. ഹനഫി ഇമാം പറഞ്ഞു, ഞാൻ ചോദിച്ച സഹാബി പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബൈക്ക് ഓതിയില്ല, വിത്തറിനാണ് കുനൂത്ത് ഓതിയത്. ആർക്കാണ് തർക്കം? ആർക്കാണ് തർക്കം? എൻ്റെ സഹാബാക്കൾ നക്ഷത്രങ്ങളാണ്. അവരെ ആരെ പിൻപറ്റിയാലും നിങ്ങൾ വഴികേടിലല്ല, നേരെ വഴിയിലാണെന്ന് ഹബീബ് പഠിപ്പിച്ചെങ്കിൽ ഏത് മദ്ഹബിന്റെ വഴി നമുക്ക് തരുന്നത് നേരെ പോകാനാണ്. ഇത് ആരും തിരുവനന്തപുരത്തേക്ക് ഇല്ലല്ലോ എന്ന് പറഞ്ഞില്ല. 4 വഴിയും തിരുവനന്തപുരമാണ്. ഈ നിലയ്ക്ക് സമുദായത്തിനെ ബോധ്യപ്പെടുത്തി ഏത് ബിദ്അത്താണെങ്കിലും അത് പിഴവാണ്, അതിലേക്ക് പോയാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു എന്ന് സമുദായത്തിനെ പഠിപ്പിക്കേണ്ട, നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട, നിങ്ങളുടെ കൂട്ടുകാരെ പഠിപ്പിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഗൗസുൽ സുൽത്താൻ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ അനുസ്മരണത്തിലൂടെ നമ്മൾ സ്വായത്തമാക്കേണ്ടതെന്ന് പ്രത്യേകമായി ഉണർത്തിക്കൊണ്ട് എന്നോട് നിർദ്ദേശിച്ചതിനേക്കാളും ഇത്തിരി സമയം കൂടിപ്പോയി. എല്ലാവരും മുർത്തപ്പെടണം, സാധിക്കണം. എല്ലാവരുടെ നിങ്ങളുടെയൊക്കെ ദുആ എന്ന് പറഞ്ഞാൽ ചെറിയ ദുആ. ദുനിയാവിൽ മരണത്തെപ്പറ്റി ഓർക്കണ്ടാത്തൊരു പാർട്ടി ഉണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കിയ സഹോദരിമാരെ. ദുനിയാവിൽ മരണത്തെപ്പറ്റി ഓർക്കണ്ടാത്തൊരു പാർട്ടി ആരാ ഉള്ളത്? ഈ ഇരിക്കുന്ന മുത്താലികളും മാത്രമേ ഉള്ളൂ. കാരണം അവർ ഖുർആനും ഹദീസും ദീനി ഉലൂമുകളും പഠിച്ചുകൊണ്ടിരിക്കുക. അതിന് തടസ്സവും മരണത്തെപ്പറ്റി ആലോചിച്ചാൽ. പടച്ചവനെ ആ മക്കൾക്ക് വേണ്ടി സഹായിക്കുന്ന, സഹകരിക്കുന്ന അങ്ങനെയുള്ളവരല്ലാണ്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സൗകര്യങ്ങൾ, എത്ര സമയമുണ്ട് എൻ്റെ ജനങ്ങൾ. ഇന്ന് എൻ്റെ കൂട്ടത്തിൽ പോകണ്ട, ഈ സക്കാഫിയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്താറതിൽ പെട്ടതാണ് പൊറയാറിലുള്ളൊരു സെയ്ദ് കുഞ്ഞും ഭാര്യയും. ഇന്ന് പോകേണ്ടവരാണ്. 5:45 നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തണമെന്ന് പറഞ്ഞാൽ ഇന്ന് 11 മണിയായപ്പോൾ അറ്റാക്കായി ആസ്റ്റർ മെഡിസിറ്റിയിൽ ഈ ICUയിൽ കിടക്കുകയാണ്. ഇതുള്ളൂ നമ്മുടെ ജീവിതം. ഇതുള്ളൂ നമ്മുടെ ജീവിതം. മാതഖദ്ദമ മാലുക്കും, നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളുടെ കൈകളെ കൊണ്ട് കൊടുത്ത് നിങ്ങളുടേതാണെന്ന് നബീന റസൂലുള്ളാഹി. അതും ഇത്രയും ഹൈറായ വഴിയിലേക്ക്. ഏത് മിമ്പറയിലാ ഒലിമൻ ആനനാന്ന് പറയാത്ത മിമ്പറുകളും പറയാവോ? ഏത് മിഹ്റാബിലാ ഒലിമൻ ആനനാന്ന് പറയാത്തൊന്ന് പറയാവോ? പഠിച്ചവനെ, ഞങ്ങൾക്ക് ദീൻ പഠിക്കാൻ ഞങ്ങൾക്ക് കഴിവുണ്ടായില്ല റബ്ബേ. ഞങ്ങൾക്കതിന് ഭക്ഷണം തന്നവർ, ഞങ്ങൾക്ക് കിടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നവർ,
ഞങ്ങൾക്ക് കിതാബ് വാങ്ങി തന്നവർ, ഞങ്ങൾക്ക് വസ്ത്രം വാങ്ങി തന്നവർ, വലിമൻ ആനന, ചെറിയ കാര്യമല്ല ഇത്. അള്ളാഹുവേ, അങ്ങനെ ദുആ. മക്കളൊന്നും പിന്നെ നേരെ വഴിയിലേക്ക് അല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കൊണ്ടിരിക്കുക. ഇവിടെ ഒന്ന് ഒറ്റ ഉമ്മാക്കും ഉപ്പാക്കും മക്കളെ കൊണ്ട് വേദനിക്കാൻ ഈ മഹത്തായ അമലിൽ പങ്കെടുത്തതിൻ്റെ വർക്കത്തുണ്ടെന്ന് ഇടപെടുക്കാതെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇനി മക്കൾ തെറ്റിപ്പോയാലും സങ്കല്പം, ഇതിങ്ങളുടെ ദുആക്ക് വല്ല മുടക്കമുണ്ടാവുമോ? അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലി വാലിദീന വലി അസാത്തീദിന എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണത് വലിമൻ ആനനാന്നാ. എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും പൊറുക്ക റബ്ബേ, എന്നെ ദീൻ പഠിപ്പിച്ച ഉസ്താദ്മാർക്ക് പൊറുക്ക റബ്ബേ, എന്നെ ദീനിന് വേണ്ടി സഹായിച്ചവർക്ക് പൊറുക്ക റബ്ബേ എന്ന് പറയാത്ത ഒരാലിമ ഈ കേരളത്തിനകത്തുണ്ടോ? ദുനിയാവിലുണ്ടോ? ഉണ്ടാവില്ല. അള്ളാഹുവേ, ആ നിലയ്ക്ക് നാളെ ആഖിറത്തിലേക്ക് ശാശ്വതമായ നന്മ കിട്ടുന്ന, ഇത് ചെറിയ നന്മയല്ല. ആധാറെന്ന് ഖുർആൻ പറഞ്ഞു. നിങ്ങൾ ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ കാരണമായി ചെയ്ത നന്മ, അതാണ് മീസാനിൽ പറഞ്ഞ ആധാറ്. ഈ ഉലമാക്കളെല്ലാം ചെയ്യുന്നതിൻ്റെ ആധാറ് ഇതുമായി ബന്ധപ്പെട്ട പാവപ്പെട്ട എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും സഹോദരി സഹോദരന്മാർക്കും കിട്ടുന്നല്ലേ പരിശുദ്ധ ഖുർആൻ എടുത്ത് വിളിച്ചു പറയുന്നത്. ആ നിലയ്ക്ക് കിട്ടുന്ന മഹാഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അള്ളാഹുവിടെ എത്തിയ പാവങ്ങളാവുന്ന സാധുക്കളെല്ലാം അള്ളാഹുവെ നീ കബൂലാക്കണേ തമ്പുരാനെ. സാധുക്കൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൈസ അരി മേടിക്കാൻ നിവൃത്തിയില്ലാത്തവരെന്നല്ലേ പറഞ്ഞത്. നമ്മൾ ഇബാദത്തിൻ്റെ വിഷയത്തിൽ ഈമാൻ്റെ വിഷയത്തിലൊക്കെ സാധുക്കളാണ്. റബ്ബുൽ അദീമായ നാഥ, ഞങ്ങൾക്കെല്ലാം ഈ നിലയിൽ ഈ അഅ്മാലുകൾക്കും ഈ ഒരുമിച്ച് കൂടലിനുമെല്ലാം മാർഗദർശിയും എല്ലാ വിധത്തിലും നമ്മളെ ഖൈറായ വഴിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന മഹാനായ ഉസ്താദ് അവർകൾ, ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഷെയ്ഖും മഹാനുമാകുന്ന കൽത്തറ ഉസ്താദ് എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്ന ബഹുമാനപ്പെട്ട മാന്യദേഹത്തിന് അള്ളാഹുവേ ദീനീ ഖിദ്മത്തിന് ദീർഘകാലം ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പഠിച്ചവനെ, ഈ പഠിക്കുന്ന മക്കളെയെല്ലാം കാലഘട്ടം വളരെ മോശമാണ്. ഇവിടെ നിന്ന് ഈ ഉലമാക്കൾ പഠിപ്പിച്ചിറങ്ങുന്ന ഈ മുത്താലിമീങ്ങളെയെല്ലാം പഠിച്ചവനെ ഉഖറവിയായ ഉലമാക്കളിൽ അള്ളാഹുവെ നീ കബൂലാക്കണേ തമ്പുരാനെ. സുന്നത്തെ മായത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഹബീബിൻ്റെ മുത്തനബിത്തങ്ങളുടെ കുടുംബം, അതാണ് ശരിക്കും. നേരെ കൊണ്ട് മുട്ടിക്കുമ്പോൾ അതിലേക്കേ മുട്ടണുള്ളൂ. അത് നിലനിർത്തുന്ന മഹത്തുക്കളുടെ കൂട്ടത്തിൽ പഠിച്ചവനെ ഈ ഉലമാക്കളെല്ലാം നീ കബൂലാക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളുടെ എല്ലാം അമൂല്യമായ ദുആയിൽ ഈ സാധുവിനെയും എൻ്റെ മാതാപിതാക്കളും കുടുംബത്തിനും എന്നാൽ ഒരു സലാത്തിനാരി എല്ലാവരും ഒന്ന് ചൊല്ലിത്തരണം. അതെന്തിനാന്ന് ചോദിച്ചാൽ, എൻ്റെ ആത്മീയ ഗുരുവാണ് ബഹുമാനപ്പെട്ട കക്കടിപ്പുറം ഷെയ്ഖ് അബൂബക്കർ ബിൻ അബ്ദുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു. മഹാനവറുകളിലേക്ക് എന്നെ മുട്ടിച്ചത് ബഹുമാനപ്പെട്ട, ഇന്ന് കുന്നിലപ്പള്ളിയിൽ കിടക്കുന്നുണ്ട് പള്ളിപ്പറമ്പിൽ, ബഹുമാനപ്പെട്ട കക്കടിപ്പുറം അബ്ദുറഹ്മാൻ ഉസ്താദ് എന്ന് പറഞ്ഞാൽ എൻ്റെ വന്യനായ ഗുരുനാഥനാണ്. ഈ പെരുമറ്റത്തെ കുറേ കാലം ഉണ്ടായി, ഒരു 10-12 വർഷം ഉണ്ടായി. എന്നെല്ലാം ഞാൻ ഉസ്താദിൻ്റെ കൂട്ടത്തിലുണ്ടായി. ബഹുമാനപ്പെട്ടവരാണ് കക്കടിപ്പുറത്തിൻ്റെ ഹദറത്തിൽ നമ്മളെ കൊണ്ട് എത്തിച്ചതും. അങ്ങനെ മഹാനവറുകളോടുള്ള കടപ്പാട് എന്ന നിലയ്ക്ക് ഞാൻ ഏത് സദസ്സ് പിരിയുമ്പോഴും ഒരു സലാത്തന്നാരിയെ സദസ്സിനെ കൊണ്ട് ജല്ലിപ്പിച്ച് അതിൻ്റെ മിഥുൽ സവാബ് കക്കടിപ്പുറം വലിയല്ലാഹ് ഹദിയ ചെയ്യാറുണ്ട്. ആ നിലയ്ക്ക് എല്ലാവരും എൻ്റെ കൂട്ടത്തിൽ ഒരു സലാത്തന്നാരിയ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിന മുഹമ്മദിൻ الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا മുഹൈമിൻ يا عزيز يا جبار. റഹ്മാനായ റബ്ബേ, ഇൽമ കുറഞ്ഞവരാ, ഇബാദത്ത് കുറഞ്ഞവരാ, ഈമാൻ കുറഞ്ഞവരാ, തഖ്വ കുറഞ്ഞവരാ, അമൽ കുറഞ്ഞവരാണ് റബ്ബേ. ഞങ്ങൾ ഈ ജില്ല സലാത്തിൻ്റെയും അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം കൊണ്ട് എല്ലാ നിലയ്ക്കും നീ തൃപ്തിപ്പെട്ട പൊരുത്തപ്പെട്ട മഹാന്മാരുടെയും മഹദികളുടെയും കൂട്ടത്തിൽ ഈ അനുഗ്രഹീതമായ മജ്ലിസിലെത്തിയ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകളെ, കുടുംബങ്ങളെ, ഗുരുനാഥന്മാരെ, മശായിഖന്മാരെ ഉൾപ്പെടുത്തണേ റബ്ബേ. റബ്ബുൽ അദീമായ നാഥ, ഈ സാധുക്കൾ, ഈ ഉലമാക്കളെ കൊണ്ട് ഈ പാവി ചെല്ലിപ്പിച്ച ഈ സലാത്തിൻ്റെ മിസ്ലു സഹ മഹാനായ കക്കടിപ്പുറം വലിയുള്ളാൻ്റെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ റബ്ബേ. മഹാനവറുകളുടെ പിന്നാലെ സിറാത്ത് കിടക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ ഞങ്ങളെയും കുടുംബത്തിനെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പഠിച്ചവനെ, ജീവിതത്തിൽ വന്ന എല്ലാ വീഴ്ചകളും മാപ്പാക്കണേ അല്ലാഹ്. ഇനി ഒരു വീഴ്ചകളും വരാതെ കാക്കണേ റഹ്മാനെ. ജീവിക്കുന്ന കാലം അല്ലാഹുവേ, ഹലാലല്ലാത്ത ഒരു പിടി ഭക്ഷണമോ ഒരർക്ക് വെള്ളമോ കഴിക്കാനോ കുടിക്കാനോ നീ ഞങ്ങൾക്ക് വിധി തരല്ലേ തമ്പുരാനെ. റബ്ബുൽ അദീമായ നാഥ, ഞങ്ങളുടെ ഇൽമിനെ അധികരിപ്പിക്കുകയും നാഫിയാക്കുകയും ചെയ്യണേ റബ്ബേ. ജീവിക്കുന്ന കാലം സുജൂദിന് തടസ്സമാകുന്നൊരവസ്ഥ ഞങ്ങൾക്ക് ആർക്കും വരുത്തല്ലേ അല്ലാ. തപ്പി തടയാനോ ഇരുന്ന് നിറങ്ങാനോ ആംഗ്യം കാണിക്കാനോ വിധി തരല്ലേ റബ്ബേ. പഠിച്ചവനെ, ഏതെങ്കിലും രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരോട് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഓസല്ലാദമിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹുവേ, ഈ ഉലമാക്കളുടെ മുത്താലിമീങ്ങളുടെ മഹത്വം കൊണ്ട്
പടച്ചവനെ പൂർണ്ണമായും ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി എന്തെല്ലാം അസ്വസ്ഥതകളുള്ളവരോട് പങ്കെടുത്തിട്ടുണ്ടോ ഓസുല്ലാദമിൻ്റെ അക്കൗണ്ട് ഈ സദസ്സിൻ്റെ ഹുർമത്തുകൊണ്ട് എല്ലാം അള്ളാഹുവേ നീ തുറസാക്കി കൊടുക്കണേ റഹ്മാനെ. റബ്ബുൽ അദീമായ നാഥ, ഞങ്ങളുടെ ആരുടെ ജനാസ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളുടെ ജനാസ മോർച്ചറിയിൽ കയറേണ്ട വിധത്തിലുള്ള മൗത്ത് തരാതെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ ദുനിയാവിലൊരു പടപ്പിൻ്റെ നേരെ യാചനാ ശൈലിയിൽ കൈനീട്ടാൻ ഇടവരുത്തല്ലേ റഹ്മാനെ. ഞങ്ങളെ ആരെയും ഫക്കീറന്മാരാക്കല്ലേ അല്ലാഹ്. കള്ള കേസിലൊന്നും കൊടുക്കല്ലേ റബ്ബേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ സ്ഥാപനങ്ങളൊന്നും കൊടുക്കാതെ കാക്കണേ റബ്ബേ. റബ്ബുൽ അദീമായ നാഥ, ഫലസ്തീനികൾക്ക് പരിപൂർണമായും റബ്ബേ നീ സ്വാതന്ത്ര്യവും മോചനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഈ ഭൂമുഖത്തുനിന്ന് യഹൂദന്മാരുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നാളെ ഓരോ യഹൂദനെയും ചൂണ്ടിക്കൊണ്ട് ഫക്കാക്ക എന്ന് പറയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഫലസ്തീനിൽ ഷഹീദായ മുഴുവൻ സഹോദരി സഹോദരങ്ങളും കുഞ്ഞുമക്കളെയും പെടുത്തണേ റബ്ബേ. പഠിച്ചവനെ, ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾക്കെതിരിൽ ഫാഷിസ്റ്റ് ഭരണകൂടം കൊണ്ടുവരുന്ന എല്ലാ അജണ്ടകളെയും നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. റബ്ബുൽ അദീമായ നാഥ, ഈ സ്ഥാപനത്തെ ഖിയാമത്ത് നാൾ വരെ ഒരു വാട്ടവും കോട്ടവും വരാതെ സുന്നത്ത് ജമാഅത്തിന്റെ ധീരരാകുന്ന പോരാളികൾ വാർത്തെടുക്കുന്ന ഒരു മഹൽ സ്ഥാപനമായി ഇതിനെ അള്ളാഹ് ഈ വന്നിരിക്കുന്ന വളർച്ചയേക്കാൾ വീണ്ടും വീണ്ടും ഉയർത്തി വളർച്ചയിൽ അള്ളാഹു നിലനിർത്തനെ തമ്പുരാനെ. ഇതിനു വേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർക്കെല്ലാം, സഹകരിച്ചവർക്കും സഹായിച്ചവർക്കും എല്ലാം ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ നക്തുബു മാ ഖദ്ദമു വആഥാറഹും എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ ആധാറാക്കി അള്ളാഹുവെ നീ കബൂലാക്കണേ റഹ്മാനെ. റബ്ബുൽ അദീമായ പടച്ചവനെ, ഒരു നിലയ്ക്കും ഒരു ശത്രുവിൻ്റെയും ഒരു ഉപദ്രവകാരികളുടെയും ഉപദ്രവങ്ങൾ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ കുടുംബാദികൾക്കോ ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കോ വരാതെ കാക്കണേ റബ്ബേ. ആര് സിഹർ ചെയ്താലും ഏക്കാതെ കാക്കണേ റബ്ബേ. പഠിച്ചവനെ, ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതെല്ലാം ബാത്തിലാക്കി തരണേ റബ്ബേ. റഹ്മാനായ നാഥ, അന്ത്യശ്വാസം വലിക്കുമ്പോൾ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖം കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ശുഭലക്ഷണത്തോടെ ഉറക്കെ പറഞ്ഞ് ഈ ഭൂമുഖത്തുനിന്ന് വിട പറയുന്നവരിൽ ഞങ്ങളെ പെടുത്ത് റബ്ബേ. പഠിച്ചവനെ, നാളെ മഹ്ശറിൽ ഓസല്ലാദമിനോടൊപ്പം കൂടാൻ അല്ലാഹുവേ അവനിൽ പങ്കെടുത്ത മുഴുവൻ പാവങ്ങൾക്കും ഭാഗ്യം തരണേ റബ്ബേ. പഠിച്ചവനെ, അർശിൻ്റെ തണലിൽ കൂടുന്നവരിൽ പെടുത്തണേ അല്ലാ. മുത്തനബി തങ്ങളുടെ ശഫാഅത്തിന് ഞങ്ങളെ അർഹരാക്കി തരണേ അല്ലാ. ഹബീബിൻ്റെ ഹൗദുൽ കൗസർ കുടിക്കാൻ യോഗ്യത തരണേ അല്ലാ. വലത് കൈയിൽ ഗ്രന്ഥം കിട്ടുന്നവരിൽ പെടുത്തണേ അല്ലാ. സിറാത്ത് വിജയിക്കുന്നവരിൽ പെടുത്തണേ റഹ്മാനെ. കുടുംബം നിന്റെ ലിഖാ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരിൽ ഞങ്ങളെയും അല്ലാഹുവേ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും അല്ലാഹ് നീ ഖബൂലാക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി മാ സഅലക മിൻ നബിയിക അബ്ദുക സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഊദു ബിക മിൻ ശർരി മാ ഇസ്തആദക മിൻ നബിയിക അബ്ദുക സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻതൽ മുസ്തആനു അലൈക്കൽ ബലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സല്ലി അലാ ജമീഇൽ അംബിയാൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.